വാട്ട് ഹാപ്പൻസ് ഇസ് ഞാനൊരു റാൻഡം ആയിട്ട് വന്നിട്ട് ഉസ്നാനോട് പറയാണ് ഉസ്ന ഇത് ചെയ്ത് ഭയങ്കര മോശമെന്ന് പറയുമ്പോഴേക്ക് യു ടേക്ക് ഇറ്റ് ആസ് എ കംപ്ലൈൻറ്റ്. ബട്ട് വെൻ ഐ എം ക്രിയേറ്റിംഗ് എ സ്പേസ് right, this is a space where all of us can give feedbacks, then you are taking it as a feedback. ഫെയിലിയർ കൂട്ടിമുട്ടുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സക്സസ് പോലെയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി വർക്കാകുന്നത്? നമ്മൾ ഏത് ലൈഫിൻ്റെ ഏത് പൊസിഷനിലാണെങ്കിലും അപ്പുറത്തൊരു ഇമ്മിണി വലിയൊന്നും ഉണ്ടാവണം എന്നുള്ളതാണ്. അന്ന് ഞാൻ വിചാരിച്ച നാളെ ഇതേ സ്ഥലത്ത് ഗസ്റ്റായിട്ട് പോകണം. അത് സംഭവിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ഓൺലൈൻ ബാച്ചിൽ പഠിച്ചൊരു കുട്ടിയാണ്. ഇന്ന് വരെ മുഖം കാര്യങ്ങൾ കാണിച്ചില്ല, നിക്കാബ്. ഈ കുട്ടി വീട്ടിൽ നിന്ന് തന്നെ ഒരു മുഖം പോലും ഇതുവരെ കാണിക്കാണ്ട് 80 lakhs ക്രോസ് ചെയ്തു. ആസ് ലോങ് ആസ് യുവർ ഇൻറ്റൻഷൻ, നമ്മൾ നിയത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഇൻറ്റൻഷൻ ഈസ് റൈറ്റ്, ഇറ്റ്സ് ഫൈൻ. എന്ത് ചെയ്യുന്നെങ്കിലും നമ്മൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. സത്യം പറഞ്ഞാലല്ലേ ഒരു നോട്ട് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയെടുക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഹാരിസിനെ കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അന്ന് സൂപ്പർ മമ്മീൻ്റെ അവരുടെ ഒരു സ്റ്റോറിയിലോ പോസ്റ്റിലെങ്ങാനായിട്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ സെർച്ച് ചെയ്യുന്നത്. ഞാനെന്ന് പറയുന്നൊരു പേഴ്സൺ എപ്പോഴും ഏറ്റവും കൂടുതൽ സക്സസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഡ്രീം കാണുന്ന മനുഷ്യന്മാരെ പിന്നാലേക്ക് നടക്കുക, അവരറിയാതെ അവരെ ഫോളോ ചെയ്യുക, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ സീക്രട്ട് എന്താണെന്ന് ആ ഒരു എൻതൂസിയാസം ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യലുണ്ട്. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടത്. മേ ബി നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അത്രത്തോളം നിങ്ങളെ പറ്റിയിട്ട് ഞാൻ സെർച്ച് ചെയ്തിനെന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ സ്റ്റോറീസ് ആയിക്കോട്ടെ, നിങ്ങളുടെ പോസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, നിങ്ങൾക്ക് അവാർഡ് കിട്ടുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ ഞാൻ മിറർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ എന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമ്മളൊക്കെ ഏതാണ്ട് ഒരേ ഒരു ഏജ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ പൊതുവെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുള്ളത് നമ്മളെക്കാളും മുതിർന്ന ആൾക്കാരായിരിക്കും. അപ്പം ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആവേണ്ട ഒരു കമ്പാരിറ്റീവ്ലി നമ്മൾ കാണുന്നത് ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ എൻ്റെ 20കളിൽ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. ആ ഒരു അതായത് തുടക്കത്തിൽ മുതലേ ഞാനിങ്ങനെ കണ്ട് വരുന്നുണ്ട്. അപ്പം അന്ന് മുതലേ ഞാനിങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സണും കൂടിയാണ്. ജെനുവിൻലി പറയുകയാണെങ്കിൽ മേ ബി അധികം കോൺടാക്ട് ചെയ്തിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എന്താണെന്നുള്ളത് അറിയാം. അതേപോലെ തന്നെ നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ എല്ലാത്തിനെയും ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു ക്യൂരിയോസിറ്റി അന്ന് മുതലേ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറച്ചും കൂടി പേഴ്സണലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഹാരിസ് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കെല്ലാവർക്കും ഒരു വൈ ഫാക്ടർ ഉണ്ടായിരിക്കണം. നമ്മൾ എന്തിനിത് ചെയ്യുന്നത്, നമ്മൾ എന്തിനു ജീവിക്കുന്നത്, അത് ആളോടും ഹാരിസിൻ്റെ കൂടെയുള്ള ആൾക്കാരോടും എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ വൈ എന്താണ്, ആ വൈ ഫാക്ടർ കണ്ടെത്താതെ നമ്മൾ ജീവിക്കുന്നതിൽ എന്ത് മീനിങ് ഉള്ളത് എന്നുള്ളത്. എന്താണ് ഹാരിസിൻ്റെ വൈ ഫാക്ടർ? എപ്പോഴും ഈ വൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ വരും. കാരണം ഒരുപാട് വൈ ആഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇപ്പം എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയും, ഈ വൈ എന്ന് പറയുമ്പോഴേക്കും അത് വലിയൊരു ഗോളാവണമെന്നില്ല. റൈറ്റ്, വൈ ക്യാൻ ബി വെരി പേഴ്സണൽ. നമ്മളെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം, നമ്മളത് മാറ്റണം എന്നുള്ളതായിരിക്കാം. ഇറ്റ് ക്യാൻ കം ഫ്രം യുവർ ഓൺ ഹോം, ഇറ്റ് ക്യാൻ കം ഫ്രം യുവർ സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും കണ്ട റിജക്ഷൻസ്, കിട്ടിയ റിജക്ഷൻസ് ആയിരിക്കാം, കണ്ട മൊമെൻറ്റ്സ് ആയിരിക്കാം. അപ്പം എൻ്റെ ലൈഫിൽ വൈ എന്ന് ചോദിച്ചാൽ ഒരു വൈ അല്ല, ഒരുപാട് വൈ അടങ്ങിയ ഒരു ജീവിതമാണ് എൻ്റെത്. അപ്പം ഞാൻ എപ്പോഴും എവിടെന്നെങ്കിലുമൊക്കെ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ നിസ്വാനോട് ഇങ്ങനെ തുള്ളിച്ചാടി പോയി പറയും, നിസ്വ എന്നാ ഒരു അടിപൊളി സംഭവം ഉണ്ടായി, എന്താ എനിക്ക് പുതിയൊരു വൈ കൂടി കിട്ടി, ഇന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു, അതിപ്പോൾ എൻ്റെ വൈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ കാണുമ്പോഴേക്ക് നമുക്കുള്ള, ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഈ തോൽപ്പിക്കുക എന്നുള്ളൊരു സംഭവമില്ലേ, അല്ലെങ്കിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളത്, അതൊരിക്കലും മറ്റുള്ളവരെ കുറച്ച് കാണിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ എഫക്റ്റ് ചെയ്തിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. നമ്മൾ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വെച്ച് ഗ്രോ ചെയ്യുക. അപ്പം നമ്മളെ ഗ്രോത്ത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് അതിനേക്കാളും വലിയ ഒരു പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവില്ല. അതെല്ലാം നമ്മൾ അങ്ങോട്ട് പോയി കുറേ ഫൈറ്റ് ചെയ്യുക, പിന്നെ അതിലേക്ക് കുറേ നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ടൈം അവിടെ പോകാന്നുള്ളത്. അപ്പം
എൻ്റെ ലൈഫിൽ ഒരുപാട് വയ്യുണ്ട്. അത് ഓരോ സമയത്ത് പണ്ട് തുടങ്ങുന്ന സമയത്ത് ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. 15ഓളം ബിസിനസ് ഫെയിലായിട്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ബിസിനസ്സിൽ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് മാറിയിട്ട് ഇന്ന് എൻ്റെ കൂടെ ഇപ്പം ഏജൻസിയിലാണെങ്കിൽ അക്കാഡമിയിലാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് എൻ്റെ കൂടെ തുടങ്ങിയ ഒരുപാട് യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ വയ്യാണ് ഇന്ന് എൻ്റെ വൈ. ഇപ്പം എൻ്റെ ലാപ്ടോപ്പ് എടുക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സോ വി ഡു ദിസ് പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഇൻ അവർ കമ്പനി, പേഴ്സണൽ ആസ്പിറേഷൻ ആക്ടിവിറ്റി എന്ന് പറയും. എല്ലാ കൊല്ലവും നമ്മൾ കോർ ലീഡേഴ്സിൻ്റെ കൂടെ ഇരിക്കും. അവരെ പേഴ്സണൽ ആസ്പിറേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും, അവരുടെ ഡ്രീംസ്, അവരുടെ ഗോൾസ്, അവരുടെ ഡ്രീം സാലറി, അവർക്ക് എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അവരുടെ അമ്മക്ക് സ്കൂട്ടർ വാങ്ങിക്കൊടുക്കേണ്ടതായിരിക്കും, ചില ആൾക്കാർ അവരുടെ ഉപ്പ പിന്നെ വർക്ക് ഇൻ സ്റ്റോപ്പ്, അങ്ങനെ പല സിമ്പിളായിട്ടുള്ള ഒരുപാട്. ഇപ്പം ഐ കളക്ട് ഓൾ ഓഫ് ദീസ് തിങ്സ്, റൈറ്റ്. നെക്സ്റ്റ് ഇയറിലേക്കുള്ള എൻ്റെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളക്ട് ചെയ്ത കാര്യത്തിൽ ഒരു 75% എങ്കിലും ടിക്ക് ചെയ്യുക എന്നുള്ളതാണ്. നൗ എൻ്റെ വൈ എന്ന് പറയുന്നത് ഇവരെ വൈ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ റിട്ടേൺ their why is to bring my company up, right, our company up, right. So it is helping us both, right. I am working for you, you are working for, nobody is a boss ഇവിടെ, റൈറ്റ്. അപ്പം ഇങ്ങനെ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ റഷ് തരുന്ന ഒരു കാര്യം ഇസ് മൈ ടീംസ് വൈ. വെൻ ദേ ഹിറ്റ് ദെയർ ഡ്രീം സാലറി വിച്ച് ദേ ഹവ് റിട്ടേൺ, സാലറി ആവാം, ചില ആൾക്കാർക്ക് വീട് എടുക്കേണ്ടതാവും, ചില ആൾക്കാർക്ക് പല റീസൺ, ആ ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഏറ്റവും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ആ കാര്യങ്ങളാണ്. ഇപ്പം കഴിഞ്ഞ വീക്കൊക്കെ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയാണ്, പിന്നെ ഞാൻ ഈ കഴിഞ്ഞ മാസം ഇത്ര ഏൺ ചെയ്തു, ഇൻസെൻറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇത്ര ഏൺ ചെയ്തു നിൽക്കുമ്പോൾ, എടാ ഇത് നീ പറഞ്ഞതിൻ്റെ ഏകദേശം എത്തിയല്ലോടാ. സോ ആ ഹാപ്പിനെസ് നമുക്ക് വേറെ ഒന്നിലും കിട്ടൂല. അപ്പം അങ്ങനെ ഒരുപാട് വഴിയുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ വഴിയുണ്ട്, എൻ്റെ ഫാമിലിക്ക് വേണ്ടി ചെയ്യേണ്ട വഴിയുണ്ട്. അപ്പം ഞാനെപ്പോഴും പറയും, നമ്മളൊരു മോട്ടിവേഷനും ഇൻസ്പിറേഷൻ്റെ പിന്നിൽ പോകുന്നതിന് പകരം നമുക്ക് കറക്റ്റ് ഒരു എന്തിനാണ് ഞാനിത് ചെയ്യുന്നുള്ളതെന്നുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ നമ്മളോട് ആരും പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ഈ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ തളർത്തൂല്ല. പിന്നെ ബിക്കോസ് പിന്നെ ഞാൻ ഒരു ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ദർ ഈസ് എ തിയറി വിച്ച് ഐ ഫോളോ ആൻഡ് ഐ കോൾ ഇറ്റ് ആസ് ഇമ്മിനി വലിയൊന്ന് തിയറി. ഓക്കെ, സോ ആ തിയറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലൈഫിൻ്റെ ഏത് പൊസിഷനിലാണെങ്കിലും അപ്പുറത്ത് ഒരു ഇമ്മിനി വലിയൊന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ആ ഇമ്മിനി വലിയൊന്ന് വെച്ചാൽ പിന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്താമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും ആ വൈ എത്ര സ്ട്രോങ് ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന പ്രോബ്ലംസ്, ടാസ്കൊക്കെ ഇറ്റ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഒരു ഓണ്ടർപ്രനറിന് എപ്പോഴും ഹാർട്ട് ബ്രേക്സ് ഉണ്ടാവും. അത് പലതാവാം, ടീമിൻ്റെ കാര്യങ്ങളാവാം, ക്ലയൻസിൻ്റെ അടുത്തു നിന്നുള്ള കാര്യങ്ങളാവാം. ഈ ഹാർട്ട് ബ്രേക്സ് ഒക്കെ മറികടന്ന് പോകണമെങ്കിൽ അപ്പുറത്തൊരു വലിയൊരു വൈ ചേസ് ചെയ്യാനുണ്ട്, ഒരു വലിയൊരു ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഐ വിൽ തിങ്ക് ഫോർ ദാറ്റ് ഐ ഹാവ് ടു ഗോ ത്രൂ ഓൾ ഓഫ് ദീസ് തിങ്സ്. ബട്ട് if the why is very small, ഞാൻ എന്തിന് ഇത്ര കഷ്ടപ്പെടണം, റൈറ്റ്? അല്ലെങ്കിൽ ഞാൻ എന്തിന് ഇതൊക്കെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്തിന് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം, മന്ത്ലി വരുന്ന ഒരു പേ ചെക്കിന് വേണ്ടിയിട്ട് വൈ ഷുഡ് ഐ ഹാൻഡിൽ ഓൾ ഓഫ് ദിസ് പ്രഷർ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ഓരോ സ്റ്റേജിലും ഗ്രോ ചെയ്യുമ്പോഴേക്ക് അപ്പുറത്തൊരു വലിയ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു സ്റ്റേജിലും നമുക്ക് the problem is as equal as നമുക്ക് ഇതുള്ളത്. പക്ഷേ when you compare with your why, this is something which I have to go through എന്നുള്ളത്. അപ്പം I am a admirer of keeping a why and I tell everybody to have very strong why. അപ്പം നമുക്ക് പർപ്പസ് ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ബിസി ആവും, ഒരുപാട് ഹെൽപ്പ് അതിലുണ്ടാവും. അമേസിങ്. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ക്രോസ് ഓവർ ചെയ്യണം ആൾക്കാരുടെ അടുത്ത് നിന്നുള്ളതിനെ കൊണ്ടാണ്. കുറേ മുന്നേ ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊരു സമയത്ത്, എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് ആൾക്കാരെ പഠിക്കുക, ആൾക്കാരെ കേൾക്കുക, ആൾക്കാരായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് എന്നെ നല്ലോണം ഓർമ്മ വരും നിങ്ങളായിട്ട് സംസാരിക്കുന്ന സമയത്ത്. അതിൽ തന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരു 15ഓളം സ്റ്റാർട്ടപ്പ്സ് എൻ്റെ ഫെയിലായിട്ടുണ്ട് എന്നുള്ളത്. ഈവൻ അതിലൊരു സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് നിങ്ങളൊരു ബിസിനസ്സിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അതിലാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓരോ പ്രാവശ്യം വരുന്ന സമയത്ത് ഓരോരോ പ്രൊജക്റ്റും കൊണ്ടാണല്ലോ വരുന്നത് എന്നുള്ളത്. അന്ന് നിങ്ങൾക്കത് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ അപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുന്നൊരു ഫ്യൂൽ ഉണ്ടാവുമല്ലോ,
അതെന്താണ് ഈ പറഞ്ഞ വൈ എലമെന്റ് തന്നെ? അന്ന് ഞാൻ വിചാരിച്ച നാളെ ഇതേ സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് പോകണം. അത് സംഭവിക്കുകയും ചെയ്തു. അപ്പം the setbacks can be converted to your why, right? So I have a logs of why, right? And then it's because you go, നമ്മൾ രാവിലെ പോകുന്നു, വൈകുന്നേരം പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊരു റുട്ടീനാണ്. ആ റുട്ടീനെ ചാലഞ്ചിങ് ആക്കുന്നത്, ഫണ്ണാക്കുന്നത് ചില കാര്യങ്ങൾ കിട്ടാത്തപ്പോഴും ആ കിട്ടാത്ത കാര്യത്തിന് നമ്മൾ ചേസ് ചെയ്ത് പിടിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടം. എന്തുകൊണ്ടാണ്? ദർ ഇസ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ആ ലെവൽ 1 ആദ്യം കിട്ടുന്നില്ല, സ്നേക്കിൽ ഫസ്റ്റ് ഫെയിൽ ആവുന്നു, രണ്ടാമത് ഫെയിൽ ആവുന്നു, മൂന്നാമത് കളിക്കുമ്പോൾ അത് അപ്പോൾ അതിനെ ചാലഞ്ചിങ്, മനുഷ്യന്മാർക്ക് ചാലഞ്ച് ആവശ്യമാണ്, റൈറ്റ്? അത് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗെയിം. പക്ഷേ റിയൽ ലൈഫിൽ ചാലഞ്ച് വരുമ്പോൾ നമ്മൾ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ ഞാനിപ്പോഴും ടീമിനോട് പറയാം, നിങ്ങളെ ഞാനൊരു ജയിലിൻ്റെ ഉള്ളിലിടാണ്, 3 നേരം ഫുഡ് തരാണ്, എല്ലാം അതിൻ്റെ ഉള്ളിൽ അമേസിങ് ട്രീറ്റ്മെൻ്റ് ആണ്, നിങ്ങളെ കൊണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കും ഞങ്ങൾക്ക് വെറുതെ ഇരിക്കണം എന്നുള്ളത്. നമ്മളെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റൂല. വി ആർ സോഷ്യൽ ബീങ് എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മളിങ്ങനെ ബിസി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പറയാണ് ഒന്ന് വെറുതെ ഇരുന്നാലോ. വെറുതെ ഇരുന്നാൽ നമുക്ക് അതിൻ്റെ അത്ര, പ്രത്യേകിച്ച് നമ്മളിപ്പോഴത്തെ ജനറേഷനിൽ ബോറടിക്കുക എന്നുള്ളത്, നമ്മളൊക്കെ ബോറടിച്ച് എക്സ്പീരിയൻസ് ചെയ്ത സമയമായിരുന്നു. ഇപ്പോൾ ഫോണും കൂടി വന്നുകൊണ്ട് ഒറ്റക്ക് നിൽക്കുന്നത് എക്സൈറ്റിംഗ് ആയിട്ട് മാറുന്ന ജനറേഷനാണ് ഇനി വരുന്നത്. ഐ ആം ഹാപ്പി ദാറ്റ് ഐ ആം എലോൺ. പണ്ടൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര മോശം കാര്യങ്ങളില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് വി നീഡ് ടു കീപ്പ് അവർ ലൈഫ് ചാലഞ്ചിങ് ആൻഡ് എക്സൈറ്റിംഗ്, റൈറ്റ്? അപ്പോൾ അതിന് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ ഇൻ ബിഗ് ടൈം, റൈറ്റ്? നമ്മൾ ഏതൊരു സമയത്തും നമ്മളെല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്ത സമയമാണെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും, റൈറ്റ്? ദാറ്റ് ഈസ് നോട്ട് ഹൗ ഹ്യൂമൻ ബീങ് വർക്ക്സ്, റൈറ്റ്? ഞാൻ കാലിക്കട്ട് എല്ലാ കാര്യങ്ങളും ഡെലിഗേഷൻ ചെയ്തു, എല്ലാം ചെയ്ത സമയത്ത് എനിക്ക് ബോറടിച്ച സമയത്താണെങ്കിൽ ദുബായ് പോയി വീണ്ടും ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഡോപ്പമിൻ റഷൊക്കെ കാര്യങ്ങൾ റെഡിയായി. അപ്പം എനി പോയിന്റ് ഓഫ് ടൈം വി നീഡ് ചാലഞ്ചസ് ആൻഡ് ഫൺ. ഇറ്റ് ഈസ് യുവർ റോങ് തോട്ട് ദാറ്റ് നമ്മൾ ചാലഞ്ചസ് ഇല്ലാണ്ട്, സെറ്റ് ബാക്സ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ലൈഫ് ഹാപ്പി ആയിരിക്കും എന്നുള്ളത്. ഹ്യൂമൻ ബീങ്സ് ആർ മെൻ ടു അഡ്രസ് ദിസ്. പക്ഷേ അത് വരുമ്പോഴേക്ക് ഇഫ് യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു സംതിങ് വിച്ച് യു ക്യാൻ ചേസ്, റൈറ്റ്, ദെൻ ഇറ്റ് ബിക്കംസ് മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ്. ഇത് നമ്മൾ ബുക്കൊക്കെ വായിക്കുമ്പോൾ ബുക്കിൻ്റെ ആദ്യത്തെ 3-4 പേജിൽ ഞാൻ കുറേ ടെസ്റ്റിമോണിയൽസ് വെക്കും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റിമോണിയൽസ് വായിച്ച് ഈ ക്യൂരിയോസിറ്റിയാണ് അടുത്ത 300 പേജ് വായിക്കാനുള്ള ഫ്യൂവല്. അതുപോലെ നമ്മളെ ലൈഫിൽ അടുത്ത 10 കൊല്ലം ജീവിക്കാനുള്ള ക്യൂരിയോസിറ്റി എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ 100 കൊല്ലം, അല്ലെങ്കിൽ ഈ ഓരോ സെറ്റ് ബാക്സിനെ ഫൈറ്റ് ചെയ്ത് പോകാനുള്ള ക്യൂരിയോസിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് വി വിൽ ഗിവ് അപ്പ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് വർത്ത് ഫൈറ്റിംഗ് ഫോർ എന്നുള്ള സംഭവം. അപ്പം എപ്പോഴും ലൈഫിൽ ക്യൂരിയോസിറ്റീസ് വെക്കാം എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ ഫെയിലിയേഴ്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഫെയിലിയേഴ്സ് മനുഷ്യന്മാരെ 2 തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. ഒന്നിക്കലും നമ്മൾ ഫെയിൽ ആകുന്നതോറും നമ്മളിങ്ങനെ അടുത്തതിലേക്ക് ഈ പ്രോഗ്രാം ഇങ്ങനെ വെച്ച് പേടിച്ച് തായിലേക്ക് പോകും, അല്ലെങ്കിൽ ഇതിങ്ങനെ പഠിച്ച് മേലേക്കും പോകും. ഹാരിസിന്റെ കാര്യത്തിൽ ക്ലിയർ ആണ്, അതിങ്ങനെ ഗ്രോത്തിലേക്കാണ് ഹെൽപ്പ് ചെയ്തത്. പക്ഷെ അവിടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതിൽ ഒന്ന് അന്വേഷിച്ച സമയത്ത് എനിക്ക് കിട്ടിയത് ഹാരിസ് കീപ്പ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്. അതായത് സക്സസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഓവർ സെലിബ്രേറ്റ് ചെയ്യാതെ, ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് ഓവർ ഇമോഷണൽ ആവാതെ അതിനെ നോക്കിക്കൊള്ളുന്നൊരു വേ ഉണ്ട്, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള വേ. അത് ആക്സസ് ചെയ്ത് എടുത്തതാണോ അതോ ഇങ്ങനെ ആയി വന്നതാണോ? ഞാനിതൊന്നും പോഡ്കാസ്റ്റിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. എനിക്കെപ്പോഴും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കിട്ടല്. പക്ഷേ ഞാൻ ഒരു എന്താ പറയുക, ഇമോഷണൽ. ഇപ്പം ഞാൻ ടീമിനോട് പറയും, എനിക്ക് ഷൗട്ട് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് കരഞ്ഞു തീർക്കുക എന്നുള്ളത്, റൈറ്റ്? എനിക്ക് ഷൗട്ട് ചെയ്യാൻ അറിയില്ല. അപ്പം ഫോർ മെനി ഇയേഴ്സ് ഐ തോട്ട് ദിസ് ഈസ് മൈ വീക്ക്നെസ്, ദറ്റ് ഐ എം നോട്ട് ഏബിൾ ടു ഷൗട്ട് അറ്റ് പീപ്പിൾ വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്, അല്ലെങ്കിൽ കുലുക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത്. പക്ഷേ സംവെയർ ഓവർ ദ ടൈം ഐ ഹവ് അണ്ടർസ്റ്റുഡ് അതെൻ്റെ വീക്ക്നെസ് അല്ല, അതെൻ്റെ സ്ട്രെങ്ത് ആണ്. അതുകൊണ്ട് എനിക്കുണ്ടായ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, റൈറ്റ്? നമ്മൾ ഒരു കാര്യം നടക്കണം, പക്ഷേ വി വിൽ നോട്ട് ബി ഏബിൾ ടു ഷൗട്ട് അറ്റ് പീപ്പിൾ. അപ്പം എങ്ങനെയായിരിക്കും നമ്മൾ നടത്തുക? നമ്മളത് അവരെ കൂടെ ഇരുന്ന് സംസാരിച്ച് ഏറ്റവും വൃത്തിയായിട്ട് ടൈം എടുത്തിട്ടായിരിക്കും ചെയ്യുക. അപ്പം ബിസിനസ്സിൽ ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. ഒരു വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു കാര്യം നടക്കാത്തവരെ നമുക്ക്
അത് somehow we need to figure out. അപ്പം somewhere I've understood that this is my strength. Because of that, a lot of things happened in our company, in our organization. പിന്നെ ഞാൻ അത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. I don't want to be there. Like I am happy the way I am. അപ്പം ഒന്ന് എൻ്റെ ദ വേ ഐ ഹവ് ബ്രോട്ട് അപ്പ്, എൻ്റെ പേഴ്സണാലിറ്റി എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഐ ഹാവ് പ്രാക്ടീസ്ഡ് ആൻഡ് അത് ചെറുപ്പത്തിലേ ഞാൻ അങ്ങനെയാണ്, റൈറ്റ്? ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു തിങ്സ് ഇൻ എന്താ പറയുക ഒരു ലൗഡർ മാനറിൽ. പക്ഷേ അത് നമ്മുടെ ഓർഗനൈസേഷനിലും ആ ഒരു കൾച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് യു വിൽ പൗസ്, റൈറ്റ്? നമ്മളൊരു കാര്യം വരുമ്പോഴേക്കും അപ്പം ഞാൻ അത് കണ്ടിട്ടാകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരു പ്രശ്നം വരുമ്പോഴേക്ക് ഇമ്മീഡിയറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ഈസ് നോട്ട് സംതിങ് വിച്ച് യു ഹാവ് ടു ഡു, റെസ്പോണ്ട് ഇസ് വാട്ട് യു നീഡ് ടു ഡു. അതുകൊണ്ടുണ്ടാവുന്ന കുറേ ബെനഫിറ്റ്സ് ഉണ്ട്. അതായത് നമുക്കൊരു ആഗ്രഹം വന്നു, ആ ആഗ്രഹം ഇപ്പം കിട്ടണം എന്ന് പറയുന്നതും 3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ആഗ്രഹം എനിക്ക് ഇങ്ങനത്തെ ആവശ്യമില്ല തോന്നിപ്പോകും, റൈറ്റ്? അപ്പം നമുക്കൊരുള്ള ആഗ്രഹം അതൊരു 10 days കഴിഞ്ഞിട്ടും നമ്മൾ ചിന്തിക്കുകയാണ് എനിക്ക് ഇത് വേണം എന്നുള്ളതെങ്കിൽ മാത്രമേ ഒരു സാധനം വാങ്ങാൻ പാടുള്ളൂ എന്ന് പറയും. അത് ഡോപ്പമിൻ റഷിൻ്റെ പിറകെ പോവാണ്ട് അത് ടൈം എടുത്തിട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻസിസ്റ്റിങ്, റൈറ്റ്, ദെൻ ഇറ്റ്സ് റൈറ്റ്. അതേപോലെയാണ് നമ്മളൊരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷനാണ്. ആ റിയാക്ഷനിൽ നമ്മൾ ചിലപ്പം വിചാരിക്കാത്ത കാര്യങ്ങളും പറഞ്ഞു പോകും. ബിക്കോസ് മനുഷ്യന്മാർ പീപ്പിൾ മേക്ക് മിസ്റ്റേക്സ്, റൈറ്റ്? അപ്പം അതിന് പകരം നമ്മൾ വി ടേക്ക് സം ടൈം, റൈറ്റ്? വി തിങ്ക്, റൈറ്റ്? എന്നിട്ട് ആ ടൈം എടുത്ത് പറയുമ്പോഴാണ് നമ്മളുള്ളിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തോട്ട്സ് അല്ലാണ്ട് എംപത്തറ്റിക്കൽ ആയിട്ടുള്ള തോട്ട്സ് ജനറേറ്റ് ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും ദിസ് ഹാപ്പൻ, റൈറ്റ്? വൈ ഷുഡ് നമ്മൾ അത് ചെയ്തിട്ട് എന്താണ് അതിൽ ഉണ്ടാവുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന തോട്ട്സ് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഞാനിത് ഒരുപാട് പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറയും, ഗാന്ധിജി സ്വാതന്ത്ര്യം നേടിയത് പിന്നെ ഷൗട്ട് ചെയ്തിട്ടല്ല. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഒരു കമ്പനി ഷൗട്ട് ചെയ്യാണ്ട് ബിൽഡ് ചെയ്തുകൂടെ? ഇന്ന് നമ്മുടെ കമ്പനിയിൽ ഇതുവരെ കഴിഞ്ഞ 5 വർഷത്തിൽ ആരോടും ഷൗട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വി ഡോണ്ട് എൻകറേജ് ദാറ്റ് കൾച്ചർ. ചിലപ്പം ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ വി ഡോണ്ട് എൻകറേജ് ദാറ്റ് കൾച്ചർ. നമ്മളെ കമ്പനിയിൽ ഇപ്പം ഒരാൾ പറയണ്ടേ, ഇവിടെ എല്ലാവരും ഭയങ്കര പീസ്ഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത്, ആരും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വെക്കുന്നത്. സോ സംവെയർ ദറ്റ് കൾച്ചർ വാസ് ഇൻഹെബിറ്റഡ്. അപ്പം അതുപോലെ എനിക്ക് തോന്നുന്നുള്ള സംഭവമാണ്, നമ്മൾ എല്ലാത്തിനും ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഓൺലി, റൈറ്റ്? ഇറ്റ് വിൽ നെവർ റിയാക്ഷൻ്റെ പകരം റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് വന്നു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ചെയ്യുന്നത് റിയാക്ഷൻ ആണോ റെസ്പോണ്ടാണോ? കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം റെസ്പോണ്ടാണ് സൊല്യൂഷന്. റിയാക്ഷൻ എന്ന് വെച്ചാൽ നോയ്സാണ്. ഈ റിയാക്ഷൻ കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ ഈ നോയ്സ് കൂടുതൽ സ്ഥലത്തിലേക്ക് എത്തും. ദാറ്റ് വിൽ ടേക്ക് നിങ്ങളെ ഒരുപാട് ടൈം എടുക്കും. ഇപ്പം ഞാൻ പറയും, ഇതിപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഐ എം ഗോയിങ് ടു ലൂസ് എ ലോട്ട് ഓഫ് ടൈം വിച്ച് ഈസ് നോട്ട് വർത്ത് മൈ ടൈം. സോ ലെറ്റ് മീ റെസ്പോണ്ട് ആൻഡ് സോൾവ് ഇറ്റ് ഓവർ ദർ സോ ദാറ്റ് I don't run behind the things which is of no value to me, right? അപ്പം try to respond എന്നുള്ളതാണ്. That is help me in my personal life, professional life, everywhere. I don't react. I mean, it is not something which is possible for me, right? അതുകൊണ്ട് that has helped me a lot. ഞാൻ ഹാരിസിനെ പറ്റിയിട്ട് അന്വേഷിച്ച സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി ഇതായിരുന്നു. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അപ്പം തന്നെ റിയാക്ട് ചെയ്യൂല. ചിലപ്പോൾ ഒരു 3 days കഴിഞ്ഞിട്ടോ 3 hours കഴിഞ്ഞിട്ടോ അതിൻ്റെ മറുപടി പോലും തരുള്ളൂ. ആ സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പം അത് താനേ സോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് റെസ്പോണ്ടിൻ്റെ പോലെ ആവശ്യം അവിടെ ഉണ്ടാവാത്ത വിധത്തിൽ സോർട്ടായിട്ടുണ്ടാവും. എന്നിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്ന് ഹാരിസിന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് ഹാരിസ് ആ ഒരു കാര്യത്തിലേക്ക് റെസ്പോണ്ട്. 1, 2, 3 പ്രാവശ്യം റിയാക്ട് ചെയ്തപ്പോൾ അത് ഏറ്റവും മോശം, നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ്. നമ്മൾ ഇൻറ്റൻഷൻ, mistakes can happen, പക്ഷേ your intention has to be right. As long as your intention, നമ്മൾ നിയത്ത് എന്നൊക്കെ പറയുന്ന പോലെ intention is right, it's fine. നമ്മൾ intention എവിടെയെങ്കിലും റോങ് ആവുകയാണെങ്കിൽ, be in business, life, anywhere, this is not something which you have to work. So നമ്മൾ 1, 2 പ്രാവശ്യം ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് it went to a very
വൃത്തികേടായിട്ടുള്ള സിറ്റുവേഷൻസിലേക്കാണ്. അന്നൊക്കെ എൻ്റെ പ്രശ്നം എന്നുള്ളത് ഇതല്ല വിച്ച് ഐ വാണ്ടഡ്. ഇഫ് ഐ വാണ്ടഡ് ദ സെയിം then it's fine, right? പക്ഷേ this is not something which I wanted. This is not my perspective. But because I reacted, this has happened. So ആ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ I will never do this എന്നുള്ളത്. ഇതിൽ ഒരു ബിസിനസ് റൺ ചെയ്യാന്ന് പറയുന്നത്, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബേബി ആയിരിക്കും, ഒരു കുഞ്ഞായിരിക്കും. അപ്പം ഒരു പാരൻ്റ് ആയിരിക്കുന്ന ഒരാൾ തന്നെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ തന്നെ ചെയ്തു പോകുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ. ഞാനൊരു വർഷം മുന്നേ തോന്നുന്നു നിങ്ങൾ പോസ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു 100 എംപ്ലോയീസ് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഫോട്ടോ. അന്ന് ഞാൻ എൻ്റെ ടീമിലേക്ക് നോക്കിയിട്ട് എന്ന് ഞാനും ഇതുപോലെ ഗ്രോ ചെയ്യുന്നില്ലതൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇപ്പം ഒരു 200-ലധികം ആൾക്കാർ, എനിക്കൊന്ന് 250-ൻ്റെ അടുത്ത് അങ്ങനെ ആൾക്കാർ, ഓക്കെ, അത്ര ആൾക്കാർ നിങ്ങളെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം അതൊക്കെ ഒരു വേറൊരു മീനിങ്ങിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കിഡ്സാണ്. അതായത് നിങ്ങളാണ് അവിടുത്തെ ഫൗണ്ടർ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതിലൊരുപാട് ഇമോഷണൽ കണക്ഷനിലുള്ള ആൾക്കാരുണ്ടാവും, വേറെ ഒരുപാട് എനർജി ക്യാരി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വൂണ്ടും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഇവരൊക്കെ ആ ഒരു സ്പേസിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ സൊല്യൂഷൻ അതിലേക്കുണ്ടോ, അതോ ഇതിങ്ങനെ എല്ലാവരും ഓക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് തരത്തന്നെയാണോ? അല്ല, അത് ഒന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഇതിങ്ങനെ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇന്ന് വരെ ഒരു ടീമിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് വന്നതാണ്. ഇപ്പോൾ 300 ആൾക്കാരെ കമ്പനിയിൽ ദ ഓൺലി സ്ട്രാറ്റജി, പ്രോബ്ലംസ് ഒരിക്കലും ഇറേസ് ചെയ്യാൻ പറ്റൂല, റൈറ്റ്? പ്രോബ്ലംസ് അന്ന് വേറെ പല പ്രശ്നങ്ങളാണെങ്കിൽ ഇന്ന് ഗ്രോ ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ, റൈറ്റ്? സോ യു ക്യാൻ നെവർ റൺ ഔട്ട് ഓഫ് പ്രോബ്ലംസ്. ഓരോ ടൈമിനും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അന്ന് ഇപ്പം നമ്മൾ അവിടെ ഓഫീസ് തുടങ്ങിയിട്ട് 1 year ആയിട്ടുള്ളൂ. അപ്പം ഇതൊരു 10,000 square feet ഓഫീസായിരുന്നു. അന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് ബിൽഡ് ചെയ്ത് വെക്കുക. അപ്പം അന്നത്തെ ഇനോഗ്രേഷൻ്റെ സമയത്ത് ഞാൻ അവിടെ വന്ന് ഇങ്ങനെ സ്റ്റേജിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇനി 5 വർഷത്തേക്ക് ഓഫീസൊന്നും നമ്മൾ നോക്കൂല, ഇവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ആ സ്പേസിൽ ഫിനിഷായിട്ട് സ്പേസ് ഇരിക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ്. 1 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം ഇന്ന് വീണ്ടും അതൊരു പ്രോബ്ലം ആയിട്ട്. അപ്പം യു ക്യാൻ നെവർ റൺ ഔട്ട് ഓഫ് പ്രോബ്ലം. ബട്ട് ദ ഓൺലി തിങ് വിച്ച് വി ക്യാൻ ഓൾ ഡു ഇസ് ബിൽഡ് സ്പേസ് വെയർ വി ക്യാൻ ഹാവ് കോൺവെർസേഷൻ വിത്ത് ഓൾ ഓഫ് us, റൈറ്റ്? ഐ ക്യാൻ കം ആൻഡ് ടോക്ക് ടു യു എന്നുള്ള സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഞാൻ ബിലീവ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് അറൈസ് ഫ്രം അസംഷൻസ്, റൈറ്റ്? ദിസ് ഈസ്, അവൻ എന്തുകൊണ്ട് ഇത് ചെയ്തു, റൈറ്റ്? ദിസ് പേഴ്സൺ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഹീ ഈസ് ഓൾസോ റൈറ്റ്, I am also right, because രണ്ടാളും is talking from different perspectives, right? I am not understanding from what perspective you are talking, from what problems you are speaking this way. You are not understanding from what. So management has a perspective, team members has a perspective, department heads has a perspective, account section will have a perspective. But who is right? Both of them are right. But who is right among this situation is something which we need to discuss, right? അപ്പം അതിന് എപ്പോഴും ദ ഓൺലി സ്ട്രാറ്റജി വിച്ച് ഈസ് ഗോയിങ് ടു വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ, ലോട്ട് ഓഫ് കുറേ ആൾക്കാരുടെ ഓർഗനൈസേഷൻ ഈസ് ജസ്റ്റ് മേക്ക് സ്പേസ് ഫോർ പീപ്പിൾ ടു ഹാവ് കോൺവെർസേഷൻ, റൈറ്റ്? ഇപ്പം ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മെയിൽ ചെയ്യുന്നതിന് പകരം do you have the space where you can actually go to them and talk, I am having this particular problem, is this the way നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഇതിങ്ങനെ ആവാൻ വേണ്ടി ചെയ്തതായിരുന്നോ എന്നുള്ളത്. ആൻഡ് ദാറ്റ് കോൺവെർസേഷൻ എൻഡ്സ് ഇൻ എ വേ വേർ ദേ ബിക്കം ഫ്രണ്ട്സ്. This is what happened in the most of the time, right? So we have a process, something called design thinking. നമ്മളെ ബ്രാൻഡിങ്ങിൻ്റെ ഹെഡ്, ഡിസൈൻ സ്കൂളിൻ്റെ ഹെഡ് കൊണ്ടുവന്ന ഒരു പ്രോസസ്സാണ്. സോ ഡിസൈൻ തിങ്കിങ് ഇസ് വാട്ട് വി ഡു ഇസ്, നമ്മളിപ്പോൾ ഓർഗനൈസേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, 2 ആൾക്കാർ തമ്മിൽ കുറേ പെർസ്പെക്റ്റീവ് ഡിഫറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. നമ്മളെല്ലാവരും ഇരിക്കും, എന്നിട്ട് എല്ലാവരും അവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നെ ഒറ്റ സെൻറ്റൻസിൽ എഴുതും, റൈറ്റ്? എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല, ജസ്റ്റ് സെൻറ്റൻസിൽ എഴുതും. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവം ചെയ്തു, എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത്, വൈ ദിസ് ഇസ് ഹാപ്പനിങ് എന്നുള്ളത്. ഇനി ഹൗ കെൻ വി സോൾവ് ദിസ്, വാട്ട് ഈസ് യുവർ സൊല്യൂഷൻ, ഹൂ ഈസ് അക്കൗണ്ടബിൾ ഫോർ ദിസ്, റൈറ്റ്? വെൻ ക്യാൻ വി സോൾവ് ദിസ്, ഇങ്ങനെയുള്ള മൊത്തം ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് we make them sit together and create that space where I can actually talk to you. See, this is what I don't like from you, right? This is something which you have to correct, right? This is something which I think your strong area is.
വാട്ട് ഹാപ്പൻസ് ഇസ് ഞാനൊരു റാൻഡം ആയിട്ട് വന്നിട്ട് ഉസ്നാനോട് പറയാണ് ഉസ്ന ഇത് ചെയ്ത് ഭയങ്കര മോശമെന്ന് പറയുമ്പോഴേക്ക് യു ടേക്ക് ഇറ്റ് ആസ് എ കംപ്ലൈൻറ്റ്. ബട്ട് വെൻ ഐ എം ക്രിയേറ്റിംഗ് എ സ്പേസ് ലൈക്ക് ദിസ് ഈസ് എ സ്പേസ് വെയർ ഓൾ ഓഫ് us can give feedbacks, then you are taking it as a feedback, right? I'm also giving it to you, you're also giving it to me. Everybody have a taking mentality അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഫോർ മീ ആസ് എൻ ഓർഗനൈസേഷൻ the solution ആയിട്ടുള്ളത്. Rest everything is a temporary solution because it will change tomorrow. But if I have a space where ഞാൻ ചെയ്ത ഒരു കാര്യം, if somebody, my department head is not liking it, if I have a space where he can come, Hariska, what you did is wrong, right? How can we talk it out? ഈവൻ ഫൗണ്ടറിനോട് പോലും പറയാൻ പറ്റുന്ന ഒരു സ്പേസ് അതാണ് when you grow as an organization ടീമിനെ ബിൽഡ് ചെയ്യാം. അപ്പോൾ അവിടെ കോൺവെർസേഷൻസ് ഉണ്ടാകും. ഈ കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പെർസ്പെക്റ്റീവിൽ അല്ലായിരിക്കും. അവർ ചെയ്തത് ഒരിക്കലും നമ്മളെ ഹേർട്ട് ചെയ്യാനോ വിചാരിച്ചിട്ടല്ലായിരിക്കും, സാഹചര്യങ്ങളായിരിക്കും. അത് മനസ്സിലാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എംപത്തറ്റിക് ആവും. അപ്പോൾ ദെൻ വി ഡിസ്കസ് ഹൗ കൻ വി സോൾവ് ദിസ് ടുഗെദർ, റൈറ്റ്? അപ്പം ദിസ് ഈസ് വാട്ട് വി ഡു ഇൻ അവർ ഓർഗനൈസേഷൻ. വി ഹാവ് എ പ്രോസസ് ഫോർ ദാറ്റ്. ആസ് ഐ ടോൾഡ്, ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നടക്കും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുമ്പോഴേക്ക്, ഈ സംഭവം നടക്കുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി അവർ തമ്മിൽ ആ സ്പേസ് ഉണ്ടാവും, ഫീഡ്ബാക്സ് പോവും. ആ ഫീഡ്ബാക്സ് ഒന്നും കംപ്ലൈൻറ്റ്, കുറേ ആൾക്കാർ ഇത് എങ്ങനെയാണ് പറയാൻ പിടിച്ചെന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഓപ്പൺ ആയിട്ട് പറയും, പക്ഷെ അപ്പുറത്തുള്ള ആൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കൂല, വെരി പോസിറ്റീവ്, കാരണം ഹീ ഈസ് ഓൾസോ ഗിവിങ് ഇറ്റ് ടു അതേഴ്സ്. അപ്പം ദിസ് സോൾവ്സ് എ ലോട്ട് ഓഫ് പ്രോബ്ലം ഇൻ എ ലോട്ട് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ബട്ട് ദാൻ സോൾവിങ് ഇറ്റ് ഫോർ വൺസ്, ദിസ് ക്രിയേറ്റ്സ് എ സ്പേസ് വെയർ ത്രൂ ഔട്ട് ദ ഇയർ this goes to and fro, right? So this is helping us big time. So we started doing this. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആക്ച്വലി നമ്മൾ ഡിസൈൻ ഹെഡ് നമ്പാനെ ചെയ്തു. സോ വി ആർ തിങ്കിങ് ഓഫ് സ്കെയിലിംഗ് ദിസ്, റൈറ്റ്? എൻ്റെ സ്പീച്ചിൽ ഞാൻ എപ്പോഴും ടീം ലീഡേഴ്സിനോട് പറയാം, ലെറ്റ്സ് ഹാവ് കോൺവെർസേഷൻസ്, ലെറ്റ്സ് ഹാവ് സ്പേസ്. ദാറ്റ് ഈസ് ദി ഓൺലി വേ വി സോൾവ് ഇൻ സ്കെയിൽ. റെസ്റ്റ് എവറിത്തിങ് ഇസ് ടെമ്പററി. പക്ഷേ അൺലെസ് വി ഹാവ് എ സിസ്റ്റം വെയർ ഐ ക്യാൻ കം ടു യു, ഐ ക്യാൻ ഫൈറ്റ് വിത്ത് യു, ദെൻ ഐ ക്യാൻ ബി ഫ്രണ്ട്സ് വിത്ത് യു. At the end of the day, we are all doing it for the company എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, that we will try to build systems there. കാരണം ഏതൊരു പ്രോബ്ലം, if it is repeating for the third time, it has to be replaced by a system in our company, right? So that's why that's when you will have a countless amount of systems, and then one fine day this system will start running your company, not you. So we have a policy that if the problem is repeated for once, twice and thrice, it should not be come to a person, but it has to be a standard operating procedure ഉണ്ടാവണം, and the document should solve that problem from next. So അങ്ങനെ നമ്മൾ we will keep building the system. സത്യം പറഞ്ഞാലല്ലേ ഒരു നോട്ട് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയെടുക്കാൻ തോന്നുന്നുണ്ട്. കാരണം ഏതൊരു കമ്പനിയിലും പൊതുവെ ടീംമേറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ ഡ്രീമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവരെ മെയിനായിട്ട് കണ്ടിട്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തുനിന്ന് കുറേ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആയിട്ട് തോന്നുന്നത്. മാത്രമല്ല നമ്മൾ സിസ്റ്റം, സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഗോൾ അച്ചീവ്മെൻറ്റിലേക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ആ ഒരു മിത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന വിധത്തിലേക്കുള്ള ഒരു വലിയ ഇൻസൈറ്റ്സ് ആണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ഈ കൂടുതലുള്ള മനുഷ്യന്മാരെ പറ്റി പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരാളും ഡിഫറെൻ്റ് ആയിട്ട് ആൾക്കാരാണ്. പക്ഷേ ഹാരിസിൻ്റെ ഒരു പ്രത്യേകത പോലെ അത് മേ ബി നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഓറൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. ഇവരൊക്കെ ശരിയാക്കാനോ അവരുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടാനോ വേണ്ടിയിട്ടുള്ള സ്പേസ് പോലും ഉണ്ടാക്കാത്ത വിധത്തിൽ നല്ല മനുഷ്യന്മാർ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെയാണെന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന മനുഷ്യരെല്ലാം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് അത് നിങ്ങളുടെ പ്രത്യേകതയാണോ അതോ കടന്നു വരുന്ന മനുഷ്യന്മാർ അങ്ങനെ ആയിപ്പോന്നതാണോ? ഇവൻ റിസ്വാനെ ആണെങ്കിൽ പോലും വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാള്, അതും ഫെയിലിയർ ആയിട്ടുള്ള ഒരാള്, ഫെയിലിയർ കൂട്ടിമുട്ടുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സക്സസ് പോലെയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി വർക്കാകുന്നത്? ഞാൻ നിസ്വാനോട് എപ്പോഴും പറയും, എനിക്ക് എന്നെ പഠിച്ചപ്പോൾ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന കുറേ നല്ല ആൾക്കാരെ എനിക്ക് കൊണ്ടു തന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ ഇപ്പം ഇന്ന് ഏജൻസി ലീഡ് ചെയ്യുന്ന അസറാണ്. അസർ കെയിം ആസ് എ പ്രോജക്ട് മാനേജർ. റൈറ്റ് നോ ഹീ ഈസ് ലീഡിങ് ദി എൻറ്റയർ കമ്പനി. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ, ഒരുപാട് ആൾക്കാരുണ്ട്. ദേ ആർ ഡൂയിങ് വണ്ടേഴ്സ്, റൈറ്റ്? സം ഓഫ് ദി തിങ്സ് വിച്ച് ഇഫ് ഐ പുട്ട് ഫോർവേഡ് എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചിന്തിച്ച്
ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു പോകുന്ന ഒരുപാട് ആൾക്കാർ. അത് തന്നെ ഞാൻ എപ്പോഴും പ്രൗഡായിട്ടുള്ളതും ആ ടീം തന്നെയാണ്. എനിക്കുള്ള ഒരു ടീം, ആ ടീമാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പം അത് എങ്ങനെ എത്തുന്നു വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പിന്നെ ഏജൻസിയിൽ എൻ്റെ കൂടെ തുടങ്ങിയ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. മേ ബി ഇറ്റ് ഈസ് ഹൗ വി ഡു തിങ്സ്, റൈറ്റ്? അതായത് ഇവരാരും കയറുമ്പോൾ തന്നെ വലിയൊരു പൊസിഷനിൽ ഉണ്ടായ ആൾക്കാരല്ല. കുറേ ആൾക്കാരൊക്കെ കയറുമ്പോൾ ഇൻറ്റേണായിട്ടും ഇതൊക്കെ ആയിട്ട് വന്ന ആൾക്കാരാണ്. ബട്ട് ഐ ട്രൈ ടു give them space, right? ഇന്ന് പോലും I had a discussion with a person where I was telling how Harrison Co has ഇത്ര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തത് because I am not the one who is controlling this, right? People come, they do a lot of things, they experiment, they fail, they make mistakes, and then they create something. അപ്പുറത്തുള്ള ആൾ ഇപ്പുറത്തുള്ള ആളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. The only thing which I gave them is the space to do all of these things, right? I don't ask, I don't question. Even if they make mistake, it's fine for me. They do experiment, it's fine for me. I want them to do experiment. But when they achieve something, I tie that to the goal, right? Our goal, company goal. But then it becomes easy for me, right? Everybody is working for themselves. Nobody is working for me, right? അപ്പം it is how we do things matter. ഇപ്പം നമ്മൾ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ അട്രാക്ട് ചെയ്തിട്ട് വരും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ബിൽഡ് ചെയ്യുന്ന കൾച്ചർ, എവറിത്തിങ് ഇസ് ദ സെയിം, റൈറ്റ്? നമുക്ക് വി ഗെറ്റ് എ ലോട്ട് ഓഫ് മെയിൽസ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ്. അപ്പം വാട്ട് ഐ തിങ്സ് like build yourself along with the way your team members reflect you എന്നുള്ളതാണ്, റൈറ്റ്? ഞാൻ അത് കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചാൽ ഞാൻ ടീമിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഐ യൂസ് ദിസ് പെർട്ടിക്കുലർ കൈൻഡ്ലി, പ്ലീസ്, ഇങ്ങനെയുള്ള കുറേ. One fine day I started seeing that everybody in the WhatsApp group started using it. I have not told them to use. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. So your team members mirror you. നമ്മൾ എങ്ങനെയാണോ ആ കാര്യങ്ങൾ അവർ മിറർ ചെയ്യും, റൈറ്റ്? നമ്മൾ പോലും അറിയാണ്ട് എത്ര നമ്മൾ പ്രീച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആക്ഷൻസാണ് മിറർ ചെയ്യുക. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളെ ഓർഗനൈസേഷൻ വേണ്ടത് അതുപോലെ നിങ്ങളാവാന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് ഫോം. അത് ടീം മെമ്പേഴ്സിലുണ്ടാവും. പിന്നെ ഈ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെ അവരെ പിടിച്ചൊരു കൂട്ടിലിടാനൊന്നും പറ്റൂല. സോ ഗിവ് ദം സ്പേസ്, ലെറ്റ് ദം മേക്ക് മിസ്റ്റേക്സ്. ഞാൻ എപ്പോഴും പറയും, ഈ അതോറിറ്റി ലീഡർഷിപ്പൊക്കെ പോയി, ഇനി പറ്റൂല, അതൊക്കെ പണ്ടത്തെയാണ്. ഇനിയുള്ളത് പാർട്ടിസിപ്പേറ്ററി ലീഡർഷിപ്പാണ്. പാർട്ടിസിപ്പേറ്ററി ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ വാട്ട് എവർ ഐ ഡു, I discuss with the team, I value their decision, then we all of us decide to do this, right? Irrespective of small or big, the team members, be it as an intern, right? അപ്പം if you inculcate a participatory leadership in your department, in your team, in your organization, what happens is everybody feel valued because somebody is asking your opinion. And ചില ആൾക്കാർ, not everybody is working for the money. Like in the long term everybody is working for the money. In the short term, culture, value, decision making, all of this is very important. So you don't lose anything by asking them their opinion, right? So try to inculcate that participatory leadership. It is going to help you in big time because they feel valued. When they feel valued, they feel respected. ഒരു സെക്യൂരിറ്റി ഉണ്ടാവുന്നുണ്ട്. then they don't have to think about going anywhere else, right? Because then പൈസ എവിടെ നിന്നും കിട്ടും, പക്ഷേ will they get all of these things in the organization which they go to, right? So that is something which they will start thinking about. So that is going to be your highest retention strategy, right? So നമ്മളെ authority leadership എന്ന് മാറിയിട്ട് you have to start building the participatory. അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ it's another 1 hour thing, but yeah, so you can research on this participatory leadership എന്നുള്ള വേർഡ്. So that is something which you need to inculcate. അങ്ങനെയുള്ള കമ്പനീസ് ഇനി ഇവിടുന്ന് സസ്റ്റെയിൻ ആയിട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പാറ്റേൺ, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് ഒരാളുടെ പ്രസൻസിൽ വേറൊരാൾക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുമ്പോഴാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നതും നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യന്മാരൊക്കെ ഗ്രോ ചെയ്യുന്നുണ്ട്, ഒരു പരിധിവരെ നിങ്ങളതിന് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഗ്രോത്തിൻ്റെ ഒക്കെ മുന്നേ ഒരു ചെയറും ഒരു ടേബിളും മാത്രം ഉണ്ടായിട്ട്
ഇരുന്നിട്ടുള്ള ഒരു നിങ്ങളുണ്ടായിരുന്നു. ഇവൻ നിങ്ങളുടെ പോസ്റ്റിൽ, ഹാരിസിൻ്റെ പോസ്റ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയായിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഇവിടുന്നാണ് ഞാൻ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നത്, മേ ബി നാളെ കുറച്ചും കൂടി വലിയൊരു ഓഫീസിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടാകുന്നത്. അതവിടെ പിൻ ചെയ്ത് വെക്കുമ്പോൾ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് അതൊരു ഇൻസ്പിറേഷനും കൂടിയാണ്. മാത്രമല്ല നമുക്ക് ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് കാണാനൊന്നും പറ്റില്ല. പക്ഷെ അന്ന് ഒരു വിഷൻ ഓറിയൻ്റ് ആയിട്ട് അതവിടെ പിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അത് എന്ത് ചെയ്യുന്നെങ്കിലും നമ്മൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. റൈറ്റ്, ചെറുതായിട്ട് ചെയ്യാണ്ടിരിക്കുക. കാരണം ഞാൻ വിശ്വസിക്കുന്ന എല്ലാത്തിനും 8 hours സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 10 hours സ്പെൻഡ് ചെയ്യണം. പണി എന്തായാലും എടുക്കണം. അപ്പം എന്തുകൊണ്ട് വലുതായിട്ട് ചിന്തിച്ചൂടാം? റൈറ്റ്, അപ്പം ആ ഒരു തോട്ടാണ് അന്ന് ഉണ്ടായത്. ബട്ട് അന്ന് എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ പല പോസ്റ്റും ഞാൻ മോർ ദാൻ ഒരുപാട് ലൈക്സ് കാര്യങ്ങൾ കിട്ടണം എന്നുള്ളതിലുപരി ആ സംഭവം എനിക്ക് അവിടെ എഴുതി വെക്കണം എന്നുള്ളതിൽ. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ക്യാപ്ഷൻസ് ഒക്കെ വലിയ ക്യാപ്ഷൻസാണ്, അതാരും വായിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഐ ലവ് ഡൂയിങ് ദാറ്റ്. റൈറ്റ്, അപ്പോൾ ഐ ലവ് ഡൂയിങ് ദാറ്റ്. അപ്പം എനിക്ക് ഈ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഭയങ്കര വിശ്വസിക്കുന്ന ആളാണ്. ഇൻസ്റ്റാഗ്രാമിലായിട്ട് സോഷ്യൽ മീഡിയയിലായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക കാര്യങ്ങൾ. ബിക്കോസ് വെൻ യു 2 years ബാക്ക് അല്ലെങ്കിൽ 5 years ബാക്ക് നമ്മളിത് 5 കൊല്ലം മുമ്പ് ഞാൻ ആ പോസ്റ്റിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഐ ബിക്കം വെരി ഗ്രേറ്റ്ഫുൾ. അവിടെ എന്താണോ എഴുതി വെച്ചിട്ടുള്ള അതിനേക്കാളൊക്കെ എത്രയോ മുമ്പിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഡ്രീം എന്ന് വെച്ചാൽ കാലിക്കറ്റ് എന്നൊരു ഗ്ലോബൽ ഏജൻസി ആയിട്ട് മാറാം. US, UK, പിന്നെ ഖത്തർ, ഒമാൻ, പിന്നെ GCC കൺട്രീസിലൊക്കെ അവിടെ എത്തുന്നുള്ള ഒരു ഏജൻസി ആയിട്ട് മാറാം. ഇന്ന് ആ ഡ്രീം ഞാൻ ടീമിൻ്റെ കൂടെ ഷെയർ ചെയ്യുമ്പോൾ ടീമൊന്നും സർപ്രൈസ്ഡ് ആവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ദുബായിൽ എത്തിയിട്ടുണ്ട്, അവിടെ എത്തും, വലിയ കാര്യമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും എനിവേ വി ഹാവ് ടു വർക്ക്, എനിവേ വി നീഡ് ടു പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്. വൈ ഡോണ്ട് വി പുട്ട് എൻ എഫേർട്ട് ടു ബിക്കം അതിന് ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആവാൻ എന്തുകൊണ്ട് ഇട്ടുകൂടാം? റൈറ്റ്, അപ്പം അങ്ങനെ ചെയ്യുമ്പോഴേക്ക് നമ്മൾ റോൾ മോഡൽസ് വേണം. അപ്പോൾ റോൾ മോഡൽസ് അല്ലെങ്കിൽ മെൻറ്റേഴ്സ് വേണം. ഈ മെൻറ്റേഴ്സ് എല്ലാവരും വിശ്വസിക്കുക, മെൻറ്റേഴ്സ് നമുക്ക് ഡയറക്റ്റ് ഇന്ന് സംസാരിക്കുന്ന മെൻറ്റേഴ്സ് വേണം. എനിക്കന്ന് അങ്ങനെയുള്ള മെൻറ്റേഴ്സിൻ്റെ ആക്സസ് ഇല്ല. എനിക്ക് ഒരുപാട് വെർച്വൽ മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. റൈറ്റ്, അന്ന് ഏജൻസീസിൽ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്ന ഇന്ത്യയിലത്തെ ടോപ്പ് 10 ഏജൻസി എൻ്റെ വെർച്വൽ മെൻറ്റേഴ്സാണ്. ഞാൻ അവരെ കണ്ടിട്ട് ഓരോ പോസ്റ്റ് പോലും ഡിസൈൻ ചെയ്യുന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാണ്ട് ചെറിയ ചെറിയ ഏജൻസിനൊക്കെ നമ്മൾ അറിയാണ്ട് ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും. അപ്പം ഐ ഹാഡ് എ ലോട്ട് ഓഫ് സച്ച് വെർച്വൽ മെൻറ്റേഴ്സ് ആൻഡ് ഐ എം സീയിങ് ദം. ഐ വോണ്ട് ടു ബി ദെയർ എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇറസ്പെക്റ്റീവ് നമ്മൾ ഫാസ്റ്ററായിട്ട് പോകും. നമ്മളൊരു 1000 ആൾക്കാരുള്ള ഏജൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 200-300 ഉള്ള ആൾക്കാർ ഏജൻസി വെരി സ്മോളാണ്. സോ പക്ഷേ ഒരു 10 ആൾക്കാരുള്ള ഏജൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ബിഗ്. റൈറ്റ്, അപ്പം നമ്മളെ തോട്ട് പ്രോസസ്സ് ആകെ പോകുന്നത് 1000 എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഗോൾസ് ഒന്നും സെറ്റ് ചെയ്യാണ്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ ഇമ്പോസിബിൾ തിങ്. റൈറ്റ്, നമ്മൾ ദിസ് ഇസ് നോട്ട് ഐ എം സ്പീക്കിംഗ് ഇറ്റ് ഫോർ ദ എന്താ പറയുക ഒരു മോട്ടിവേഷൻ ആയിട്ട് പറയുന്നതല്ല. നമ്മളെപ്പോഴും വാട്ട് ഐ ഡു ഇസ് ഐ കീപ് ദ ഗോൾ ആൻഡ് ദെൻ ഐ കണക്ട് ദ ഡോട്ട് ബാക്ക്വേർഡ്. റൈറ്റ്, ഇന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂലായിരിക്കും. പക്ഷേ let's say I want to be a 100 crore company. What should I do to become a 100 crore company is where you need to work on. Right, then you will have a roadmap and then എന്തൊക്കെ ചെയ്യണം അത് നമ്മൾ ചെയ്ത് പോകുമ്പോഴാണ് യു ബിക്കം ദെയർ. റൈറ്റ്, അപ്പം ആ ഗോൾ നമ്മുടെ മനസ്സിലില്ലെങ്കിൽ യു നെവർ റീച്ച് ദെയർ. റൈറ്റ്, നമ്മൾ അവിടെ എത്തുമ്പോഴാണ് അടുത്ത സെറ്റ് ഓഫ് ഗോൾസ് വെക്കാം. റൈറ്റ്, ഇന്ന് ആ കമ്പനീൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ആ ഗോളുണ്ട്. റൈറ്റ്, അത് തുടങ്ങിയത് എൻ്റെ എന്നുള്ളതാണ്. പക്ഷെ ഞാനത് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ 50 lakhs 1 crore കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അത്ര മതി എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ട് യു നീഡ് എ ഹയർ ഗോൾ? റൈറ്റ്, ബിക്കോസ് വാട്ട് ഐ സോ ഇസ് നമ്മൾ വിചാരിക്കുകയാണ് ചെറിയ ഉണ്ടാകുമ്പോൾ ഫോക്കസൊക്കെ കുറച്ച് ബെറ്ററായിട്ട് പോകും, നമ്മൾ വലുതാകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് റോങ് എന്ന് ഞാൻ പറയും. ബിക്കോസ് റൈറ്റ് നൗ വാട്ട് ഹാപ്പൻഡ് ഇസ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോ ആൾക്കാരും എന്നേക്കാളും എത്രയോ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ വന്ന് അവിടെ റീപ്ലേസ് ചെയ്യാണ്. റൈറ്റ്, അവർ ഫോക്കസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം എന്നേക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ യു നീഡ് മണി. റൈറ്റ്, റവന്യൂ. അത് കഴിയുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എവിടെയാണ് ഉണ്ടാകുന്നത്? നമ്മളെ
സ്റ്റേക്ക് ഹോൾഡേഴ്സും നമ്മളെ കസ്റ്റമേഴ്സിനാണ് ഇവരെ കൊണ്ടുള്ള എഫക്റ്റ് ഉണ്ടാവുന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ കമ്പനി ടു ഗ്രോ, ബിക്കോസ് ഇഫ് യു ഡോണ്ട് ഗ്രോ നമ്മളെ ടീം മെമ്പേഴ്സിൻ്റെ ഗ്രോത്തിന് അത് എഫക്റ്റ് ചെയ്യും. നമ്മളെ കമ്പനിയിൽ നല്ല ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റില്ല, സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും ആ ക്ലയൻസ് കസ്റ്റമേഴ്സ്, അങ്ങനെ ഉണ്ടാകുമ്പോഴേക്ക് റിസൾട്ട്സ് കൺസിസ്റ്റൻ്റ് ആക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വെന്യൂ സ്മോൾ ആയിട്ടുള്ള ഉണ്ടാകുമ്പോൾ. സോ എപ്പോഴും നമ്മൾ ഗോൾസ് ക്രിയേറ്റ് ചെയ്യുക. ഗോൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാഗ് എന്നൊക്കെ പറയും, ഒരു ബോൾഡായിട്ടുള്ള നമ്മളെ പേടിപ്പിക്കുന്ന ഗോൾസ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ടു കണക്ട് ബാക്ക്വേർഡ്സ്, റൈറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് ചെയ്യുക. ആൻഡ് ദെൻ ഓരോ കാര്യങ്ങളും പിന്നെ അച്ചീവ് ചെയ്തുകൊണ്ട് പോവുക. That is how you reach there, right? That is very important. I strictly follow in my company, and that's why I've told this is like not like a motivational speaker putting it out, have goals nalladu. You need a bigger goal, and what you need to do is connect that goal with connect the dots backwards with that goal. അത് ചെയ്തതിന് ശേഷം you have to answer one more question. ഈ ഗോൾ എല്ലാവരുടെ ഗോളായിട്ട് ഡിവൈഡ് ചെയ്യുക, റൈറ്റ്? മേ ബി എനിക്ക് മാത്രം ഒരു 1 crore അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ നെവർ റീച്ച്, ബിക്കോസ് എന്തുകൊണ്ട് യു കനോട്ട് ഡു ഇറ്റ് അലോൺ, റൈറ്റ്? യു ഓൾസോ നീഡ് ടു ആൻസർ വൈ യുവർ ടീം മെമ്പേഴ്സ് ഹാവ് ടു ഡു, ബിക്കോസ് റൈറ്റ് നോ ഇറ്റ്സ് ഓൺലി മൈ വൈ, റൈറ്റ്? ജസ്റ്റ് ഇമാജിൻ യു ആർ പുട്ടിങ് ഇറ്റ് ഔട്ട് ആസ് when you reach this particular goal, all of us are going to achieve these many things, right? Now it's the addition of why fighting towards the goal that makes the goal faster, stronger, and then it's the probability of hitting that goal is bigger. So whenever you create that goal, 2 things are very important. One, try to connect the dot backwards. That will give the clarity on each step endakka cheyanam nallathu. Second thing, what is there for you when you achieve this goal? That is going to create a lot of curiosity in you in order to achieve that goal. 2, what is there for the people who work towards that goal when you achieve this goal? Avarkum koodi endanulla, and when you communicate towards them, now it's their responsibility to achieve this goal. You don't have to motivate them. See, you want this, do this, right? So nobody is motivating each other, nobody is pushing each other, everybody is working towards their own why. And how beautiful is that, right? ഈ കമ്പനിയിലുള്ള എല്ലാവരും അവരവരുടെ വൈക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാണ്, അത് ചെയ്യുമ്പോൾ അവരവരെ എടുക്കുകയാണ്. അപ്പം നോബഡി ഈസ് എംപ്ലോയർ ഹിയർ. എല്ലാവരും കമ്മിങ് ടുഗെദർ ആസ് എ കമ്മ്യൂണിറ്റി ആൻഡ് വർക്കിംഗ് ടുവേർഡ്സ് അവർ ഡ്രീം, റൈറ്റ്? ആ രീതിയിൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു വാച്ച്. ഇതിൽ നമ്മൾ പൊതുവെ ഒരു മിത്താണ്, നമ്മൾ കുന്നോളം സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ കുന്നിക്കുനോളം കിട്ടുന്നുള്ളത്. പക്ഷെ ആക്ച്വലി കുന്നോളം സ്വപ്നം കണ്ടവർക്ക് മാത്രമാണ് കുന്നോളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ ടീംമേറ്റ്സിൻ്റെ കാര്യം പറയുമ്പം ഹാരിസ് ഇപ്പോൾ റിസ്വാനെ മീറ്റ് ചെയ്തതാണെങ്കിലും ഹാരിസിൻ്റെ ലൈഫിലുള്ള പല ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ഡീപ്പർ ഇൻ്റർവ്യൂ, ഡീപ്പർ കോൺവെർസേഷൻ നടക്കാതെ തന്നെ ഇതാണ് എൻ്റെ ആൾ എന്നുള്ളൊരു ത്രെഡ് കിട്ടുന്നുണ്ട്. ഞാൻ ലെജൻസിനെ പറ്റി പഠിച്ച സമയത്ത് നമ്മളൊരു ടിപ്പിക്കൽ ഇൻ്റർവ്യൂ നടത്തി അവരുടെ CV വാങ്ങി, പോർട്ട്ഫോളിയോ വാങ്ങി, അതിൻ്റെ അപ്പുറത്തേക്ക് ചില ആൾക്കാർക്ക് കറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവരെ വൈബ് കൊള്ളാം, ഇവരെ നമുക്ക് പിടിക്കാം എന്നുള്ളൊരു സാധനം കിട്ടുന്നുള്ളത്. അത് ഹാരിസിൻ്റെ ലൈഫിലേക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസസ് കുറേ ഉണ്ടോ? ഞാൻ ഒരുപാട് ഗട്ട് വെച്ചിട്ട് ഒരുപാട് ഹയർ ചെയ്ത ആൾക്കാരുണ്ട്. അതൊക്കെ റൈറ്റ് ആയിട്ടുള്ള, അതായത് ഒരു 80%, 85% റൈറ്റാണ്, 15% ഞാൻ ഫെയിൽ ആയതുകൊണ്ട് ഐ വിൽ നോട്ട് സേ. പക്ഷേ ഒരുപാട് സമയത്ത് നമ്മൾ ഒരാൾക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പം നമ്മൾ ഇറ്റ് സേസ് ദാറ്റ് ബോട്ടം ലൈനിൽ യു ഷുഡ് ഹയർ പീപ്പിൾ ഫോർ ആറ്റിറ്റ്യൂഡ്, ടോപ്പ് ലൈനിൽ യു ഷുഡ് ഹയർ പീപ്പിൾ ഫോർ സ്കിൽസ് എന്നാണ്, റൈറ്റ്? ബട്ട് ദെൻ ആറ്റിറ്റ്യൂഡ് കൊണ്ടുണ്ടെങ്കിൽ ദാറ്റ്സ് കോംപ്ലിമെൻ്ററി. അപ്പം ബോട്ടം ലൈനിൽ യു നീഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഫോർ ആറ്റിറ്റ്യൂഡ് മോർ ദാൻ സ്കിൽസ്, ബിക്കോസ് ഇഫ് ദേ ഹാവ് എ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ദേ വിൽ അവരെ സ്കിൽസ് ഏൺ ചെയ്തോളൂ, അല്ലെങ്കിൽ പഠിച്ചോളൂ, സംഹൗ ദേ വിൽ ഫിഗർ ഔട്ട് എന്നുള്ളതാണ്. സോ എപ്പോഴും ഞാൻ ബോട്ടം ലൈനിൽ ഹയർ ചെയ്യുമ്പോഴേക്ക് ഐ തിങ്ക് ഇസ് ദിസ് പേഴ്സൺ ഹിയർ ബിക്കോസ് ദിസ് പേഴ്സൺ വാണ്ട്സ് ടു ഈഗർ ടു ഗ്രോ, അല്ലെങ്കിൽ ഗോൾ ഉണ്ടോ, അല്ലെങ്കിൽ ലേൺ ചെയ്യണമെന്നുണ്ടോ, ഓർ ദിസ് പേഴ്സൺ ഈസ് ഹിയർ ബിക്കോസ് ദിസ് ഗായ് വാണ്ട്സ് എ ജോബ്, റൈറ്റ്? ഇഫ് ദിസ് ഇസ് ലേറ്റർ ഐ വിൽ നോട്ട് എൻ്റർടൈൻ ദാറ്റ്, റൈറ്റ്? അപ്പം ഗ്രോത്ത് എന്തെങ്കിലുമൊക്കെ ഫിഗർ ഔട്ട് ചെയ്യണം, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന വേർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഡീഷൻ ഓഫ് ഓൾ ദ വേർഡ്സ് വിച്ച് ദേ പുട്ട്, ഇസ് ദിസ് ആറ്റിറ്റ്യൂഡ് റൈറ്റ് ഓർ റോങ് എന്നുള്ളത്. അപ്പം ദാറ്റ് വേ ഐ എം ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്,
റൈറ്റ് ദിസ് പേഴ്സൺ എനിക്ക് ഈ പേഴ്സണെ റെഡി എന്നുള്ളത്. ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ ടീമിലൊരു കുട്ടിയുണ്ട്, പേരൊന്നും പറയുന്നില്ല, പിന്നെ നമ്മൾ ഓൺലൈൻ ബാച്ചിൽ പഠിച്ചൊരു കുട്ടിയാണ്, ഇന്ന് വരെ മുഖം കാര്യങ്ങൾ കാണിച്ചില്ല, നിക്കാബ് സെയിൽസ്. അപ്പം ആ കുട്ടി ഭയങ്കര അടിപൊളിയാണ്, റൈറ്റ്. അവരുടെ പ്രസൻറ്റേഷനിലൊക്കെ ഞാൻ എണീറ്റ് നിന്ന് പിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്ത ഒരു പ്രസൻറ്റേഷൻ. അപ്പോൾ ആ കുട്ടി ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഗട്ട് പറയാണ് യു ക്യാൻ ബി പാർട്ട് ഓഫ് സെയിൽസ് എന്നുള്ള രീതിയിൽ. ദാറ്റ് ഗട്ട് റൈറ്റ് വാസ് കംപ്ലീറ്റ്ലി റൈറ്റ്. ടുഡേ ഈ കുട്ടി വീട്ടിൽ നിന്ന് തന്നെ ഒരു മുഖം പോലും ഇതുവരെ കാണിക്കാണ്ട് 80 lakhs ക്രോസ് ചെയ്തു സെയിൽസിൽ, റൈറ്റ്. അപ്പം വാട്ട് വെൻറ്റ്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് സെയിൽസിൽ മുഖം കാണിക്കണം, സംസാരിക്കണം, ഫേഷ്യൽ എക്സ്പ്രഷൻ കാര്യങ്ങൾ, ഇതൊന്നും ഈ കുട്ടീൻ്റെ ഇല്ല, റൈറ്റ്. എന്നിട്ട് പോലും വാട്ട് വെൻറ്റ് റൈറ്റ് ഇസ് ദി ആറ്റിറ്റ്യൂഡ്, റൈറ്റ്. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ തിങ്സ് വിച്ച് ദേ ആർ വർക്കിംഗ്, റൈറ്റ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. സോ ആ ബോട്ടം ലൈനിൽ നമ്മൾ ഒരാളൊക്കെ സംസാരിക്കുമ്പോൾ അവർ വായിന്ന് വരുന്ന വേർഡ്സ്, ആൻഡ് ഞാൻ എപ്പോഴും ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഹാരിസൺ കോ, റൈറ്റ്, വൈ യു വോണ്ട് ടു ബി ഹിയർ, വൈ യു ഡു വാട്ട് യു ഡു, റൈറ്റ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഐ റാൻഡംലി ഡിസ്കസ്, ആൻഡ് ദെൻ ഐ അണ്ടർസ്റ്റുഡ്, ആൻഡ് ദെൻ ഐ ഫിഗർ ഔട്ട് ദിസ് പേഴ്സൺ വിൽ സംഹൗ ഫിഗർ ഔട്ട് എന്നുള്ള രീതിയിൽ. പിന്നെ അവരെ കുറേ ഇടപെടാനൊന്നും പോകാറില്ല, റൈറ്റ്. ഐ ഈസിലി ഡെലിഗേറ്റ്, റൈറ്റ്. പിന്നെ ഒരു വാച്ച് ചെയ്യും വെനെവർ. ദെൻ ഐ ഹാവ് എ ലോട്ട് ഓഫ് കോൺവെർസേഷൻസ്. ഞാൻ പണ്ട് പറയുന്നത്, എൻ്റെ ടീമിനെ ഞാൻ ബിൽഡ് ചെയ്തത് കഫേ കിതാബി എന്നാണ് പറയാറുണ്ട്, ഓഫീസിൽ നിന്നല്ല. സോ പുറത്ത് നിന്നിട്ട് ഐ ഡു ഹാവ് എ ലോട്ട് ഓഫ് കോൺവെർസേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദം. അതിൽ ഈവൻ ഏറ്റവും താഴേക്കുള്ള കാരണം ഒരു സിസ്റ്റം എന്ന് പറയുമ്പം ഇങ്ങനെ ഓരോരോ പൊസിഷൻസ് ഉണ്ടാവില്ല. അപ്പം അതിൽ ഏറ്റവും ലാസ്റ്റ് വന്ന ആളായിട്ട് പോലും ആ ഒരു റാപ്പോ ഞാൻ കണക്ട് ചെയ്യുന്ന, ഇപ്പം എനിക്കറിയാത്ത കുറച്ച് ആൾക്കാർ ഓഫീസിലുണ്ട്, ഞാനും ഐ വാസ് ഓൾസോ എവേ ഫ്രം ദി ഓഫീസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ബട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന ആൾക്കാരോടത്തൊക്കെ ഐ ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഫ്രം ദി വെരി ഫസ്റ്റ് ഡേ ഐ ബ്രേക്ക് ദാറ്റ് നോഷൻ. ഹാരിസ്ക ഇസ് ഫാർ, നോ, ഹാരിസ്ക ഇസ് അടുത്തുണ്ട്, ആൻഡ് യു ക്യാൻ കം ടു മീ എനി ടൈം, and this is a place where you can experiment. ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ പോലും ആ ഒരു you can experiment anything over here. എൻ്റെ ഇൻഡക്ഷൻ കേട്ട ആളൊക്കെ ചിലപ്പം ഇത് തന്നെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക. This is a space, if you want to grow, you grow. Whatever you want to do, as long as outcomes ആണ്. ഇപ്പം നമ്മൾ ബിസിനസ്സിലൊക്കെ നമ്മുടെ എഫേർട്ട് കൗണ്ട് ചെയ്യൂല. So as long as outcomes are met, how you do is not something which I am much worried about. How like നിങ്ങൾ ഔട്ട്കംസ് മീറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. സോ ഔട്ട്കം ഡ്രിവൺ ആയിട്ടൊക്കെ എന്നുള്ളതാണ്. ഇതിൽ ഹാരിസിൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരാളാണ് നിസ്വ, ഡെഫിനറ്റ്ലി. അപ്പം നിങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് 3 വർഷമായി. അപ്പം അതിൽ ഒരു ഇൻ്റർവ്യൂവിലാണ് തോന്നുന്നു ഞാൻ കേട്ടത്, നിസ്വ എഴുതി വെച്ചിട്ടുള്ളൊരു ബോർഡ്, ഈ ഒരു മനുഷ്യന് 100 crore ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കേട്ടതിൻ്റെ അന്ന് തന്നെ ഞാനൊരു ചെറിയൊരു ബോർഡ് സെറ്റാക്കിയിട്ട്, എന്നോട് ആരും പറയാനൊന്നുമില്ല, ഞാൻ 100 crore ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റർ ഇപ്പോഴും എൻ്റെ റൂമിൽ അതുണ്ട്. സോ ഞാൻ അത്രയും ഇൻസ്പയർ ചെയ്യുന്ന പേഴ്സണൽ ഒരാളാണ് നിങ്ങൾ. അപ്പം നിസ്വ ലൈഫിലേക്ക് വന്നത്, എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഒരേ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെയാണ്, ഒരുമിച്ചിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണ് എന്നുള്ളത്. അപ്പം എത്രമാത്രം ഇമ്പാക്റ്റ് ഒരു പേഴ്സൺ എന്നുള്ള തരത്തിലേക്കും ഒരു ഫൗണ്ടർ എന്നുള്ള തരത്തിലേക്കും ഹാരിസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഇത് എത്രമാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഞാൻ നിസ്വാനോട് എപ്പോഴും പറയും, നീ എൻ്റെ ലോജിക്കൽ ഡെസിഷൻ എന്ന് പറയും, ഇമോഷണൽ ഡെസിഷൻ അല്ല, എൻ്റെ ലോജിക്കൽ ഡെസിഷൻ എന്ന് പറയും. അപ്പം ഐ ഹാവ് എ സ്പേസ് ടു ഡിസ്കസ്. ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഷീ അണ്ടർസ്റ്റാൻഡ്, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഷീ അണ്ടർസ്റ്റാൻഡ്. അപ്പം ആ സ്പേസ് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വി ടോക്ക് ഇറ്റ് ഔട്ട്, റൈറ്റ്. സോ വി ഹാവ് ദറ്റ് കണ്ടീഷൻ, ലൈക്ക് ദിസ് ഇസ് നമ്മൾ സംസാരിച്ചിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പം ഒരുപാട് സ്ഥലത്ത് പിന്നെ ഐ ആം വെരി, അതായത് കോംപ്ലിമെൻ്ററി സ്കിൽസ് എന്നൊക്കെ പറയുമല്ലോ, എൻ്റെ ഫിനാൻസ് വെരി വീക്കാണ്. സോ ഞാൻ എപ്പോഴും നിസ്വാനോട് പറയും, ഞാൻ പൈസ കൊണ്ടുതരും, അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. ഞാൻ അപ്പം എനിക്കറിയും, നമ്മൾ അങ്ങനെയല്ല ശീലിച്ചത്. നമ്മളിപ്പോൾ എത്ര പൈസ വന്നു കഴിഞ്ഞാലും നമ്മൾ പിന്നെ ഗൂഗിൾ പേയിൽ അവിടെ ചായ കുടിക്കുമ്പോഴായിരിക്കും ഇതിൽ പൈസ ഉണ്ടോ നോക്കാം, റൈറ്റ്. കാരണം പണ്ട് മുതലേ പൈസ കണ്ടിട്ടല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്തത്, അതെങ്ങനെയെങ്കിലും ഫിഗർ ഔട്ട് ആവും. നമ്മൾ ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെ പറയും, തവക്കൽത്തു അലല്ലാഹ് ഫണ്ട് എന്നൊക്കെ പറയും, റൈറ്റ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയെങ്കിലും ആ സമയത്ത് വന്നോളൂ, റൈറ്റ്. അത് ചെയ്ത് ഇന്ന് പ്രശ്നം എന്തില്ലെങ്കിൽ നമ്മളത് ഈ റിസോൺ പറയുന്ന പോലെ ജംപ് ഫസ്റ്റ്
തുള്ളിയിട്ടായിരിക്കും പറയാം ഇതിനിപ്പോൾ ഫണ്ട് എന്താക്കും, അതെങ്ങനെയെങ്കിലും ആ സമയത്ത് വന്നോളൂ. പല പ്രാവശ്യം വരലുണ്ട്, പക്ഷെ അതൊരു തിയററ്റിക്കലി പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പം നിസ്വാനോട് ഞാൻ എപ്പോഴും പറയും, അപ്പം എൻ്റെ വീക്ക്നെസ്സിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് കോംപ്ലിമെൻ്ററി ആയിട്ട് നിസ്വ അപ്പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. ഫിനാൻസിൻ്റെ കാര്യങ്ങൾ മൊത്തം ഹാൻഡിൽ ചെയ്യുക അവളാണ്. ഞാൻ ഐ ഓൺലി ബ്രിങ് മണി, അല്ലെങ്കിൽ ഷീ ഓൾസോ ബ്രിങ് മണി, ബട്ട് ഹൂ മാനേജസ് ദ മണി ഇസ് കണക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഷീറ്റിലൊക്കെ കാര്യങ്ങളാക്കിയിട്ട് ഐ ആം ആൻസറബിൾ ടു ഹർ, റൈറ്റ്. ഇതിങ്ങനെ സ്പെൻഡ് ചെയ്തു, ഇതിങ്ങനെ ആക്കി, ഇങ്ങനെ ആക്കി എന്നുള്ള കാര്യങ്ങൾ. അപ്പം അതുപോലെ പിന്നെ പല ഏരിയയിലും ഷീ ബ്രിങ്സ് ദാറ്റ്. ഇപ്പം ഞാൻ കുറേ ഇതായ സമയത്തൊക്കെ പറഞ്ഞുതരും ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, റൈറ്റ്. അപ്പം ചില സമയത്ത് നമ്മൾ ടഫായിട്ട് നിൽക്കേണ്ടടുത്ത് ടഫായിട്ട് നിൽക്കുമല്ലോ. സോ ഷീ ഹെൽപ്സ്, റൈറ്റ്. കാരണം എന്നെ കൊണ്ട് പറ്റൂല, ഷീ നോസ് ദാറ്റ്. അപ്പം ഇല്ല ഹാരിസ് ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളതൊക്കെ. അപ്പം ഒരുപാട് സ്ഥലത്ത് അതുകൊണ്ട് തന്നെ വി കനോട്ട് ലിവ് വിത്തൗട്ട് ഈച്ച് അതർ, റൈറ്റ്. എപ്പോഴും ആ കോംപ്ലിമെൻ്ററി കാര്യങ്ങൾ ഉണ്ടതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് അസ് ഇൻ ബിഗ് ടൈം, റൈറ്റ്. അപ്പം ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ. ഐ മീൻ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിസ്കഷൻസ്. ഫെമിനൈൻ ആൻഡ് മസ്കുലിൻ എനർജി രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് പറയുന്നതൊക്കെ എനിക്ക് അതവിടെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിസ്വ പണ്ട് പിന്നെ ഇങ്ങനെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് ക്യാൻവാൽ ഇങ്ങനെ 2030 ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ അവളും എനിക്കിങ്ങനെ കുറേ ഡ്രീംസിൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു തരും. അപ്പം ഇതിൻ്റെ ഇടയിൽ അവൾ ബർത്ത്ഡേക്ക് പോസ്റ്റ് ഇട്ടുണ്ട്. അന്ന് എന്താണ് അവൾ എഴുതിയത് അതൊക്കെ അതിന് മുമ്പ് തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ രണ്ടാൾക്കാരും ഒരുപാട് ഡ്രീം ചെയ്യും. പിന്നെ അവൾക്കും എഴുതാൻ ഇഷ്ടമാണ്, എനിക്കും എഴുതാൻ ഇഷ്ടമാണ്. അപ്പം കല്യാണത്തിന് അന്ന് രണ്ടുപേരും പബ്ലിഷ് ചെയ്തു. അപ്പം ഞാൻ എപ്പോഴും ഫൈറ്റ് ചെയ്യാം, അവൾ എനിക്ക് തരുന്ന ഗിഫ്റ്റിനേക്കാളും ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ കൊടുക്കണം എന്നുള്ളതാണ്, മെറ്റീരിയലിനേക്കാളും. അപ്പോൾ അവളും അങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാം. നമ്മൾ എന്തായാലും മെറ്റീരിയൽ സാധനത്തിനേക്കാളും എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാത്ത രീതിയിൽ കൊടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ ബിഗ് ടൈം ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ഐ ജസ്റ്റ് ഡംപ് ടു ഹർ ആൻഡ് ഷീ മാനേജസ് ഇറ്റ്. ഹാരിസ് ഇവിടെ പറഞ്ഞു ഞാൻ ലോജിക്കലി ചൂസ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുറച്ച് എലമെന്റ് ഉണ്ടല്ലോ. അതിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നില്ലതിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് കൊടുക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്യാന്നുള്ളത്. ഒരേ സമയത്ത് നിസ്വയാണെങ്കിലും ഹാരിസ് ആണെങ്കിലും ഫോക്കസ് ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത് നിസ്വക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും, നിസ്വ ചിന്തിക്കുന്നത് ഹാരിസിന് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? ഞങ്ങൾക്ക് വി ഹാവ് JD ആൻഡ് ഓൾ, right? അപ്പം so that we have the clarity, right? This is my responsibility, right? Something is my responsibility, something is her responsibility. Somebody should take care of it, right? അപ്പം ഈ കാര്യങ്ങൾ so we have designed it in a way that it should complement at any time, right? And we have to, she takes care of all the trips, right? അപ്പം ഞാൻ ഒരിക്കലും ട്രിപ്പ് പോകുമെന്ന് പറയൂല, കാരണം ഐ ലവ് ബീങ് ഇൻ ബിസി വിത്ത് ബിസിനസ് ആൻഡ് തിങ്സ് ലൈക്ക്. ഞാൻ എപ്പോഴും നിസ്സാം ഈ സർപ്രൈസ് ആയിട്ട് ട്രിപ്പൊന്നും ഗിഫ്റ്റ് ചെയ്യാറല്ലേ, 3 ദിവസം അവിടെ പോയി സർപ്രൈസ് ആയിട്ട് പോകാൻ നിൽക്കുന്നതൊക്കെ എനിക്ക് ടെൻഷനാണ്. അപ്പം ഷീ ടേക്സ് കെയർ ഓഫ് അങ്ങനെ ട്രിപ്പ് പോവാം, ടൈം സ്പെൻഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഐ ടേക്ക് കെയർ ഓഫ് ദി അതർ തിങ്സ്, റൈറ്റ്? ഐ ബ്രിങ് എ ലോട്ട് ഓഫ് എംപത്തി ടു ദ ഡിസ്കഷൻസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഷീ ബ്രിങ്സ് എ ലോട്ട് ഓഫ് സെൻസ്, റൈറ്റ്? ഇതിങ്ങനെയല്ല ഹാരിസ്, യു ഹാവ് ടു ഡു ദിസ് വേ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്, വെൻ ഇറ്റ് ഈസ് കോംപ്ലിമെൻ്ററി it helps in big time because both of us has to contribute each other and it is very important. Pinna endu avate it should not be coming from one person, right? It has to be complementary. In I made that mistake, tomorrow she will make that mistake, so somebody have to do it. Apparthu ipparthum unda, as long as it is not from one part, it is right, I believe, right? Appam appreciation avate, റെസ്പോൺസിബിലിറ്റീസ് ആവട്ടെ, വർക്ക് ആവട്ടെ, എല്ലാ കാര്യങ്ങൾ പിന്നെ രണ്ട് സൈഡിൽ നിന്നുണ്ടെങ്കിൽ സോ വി ട്രൈ ടു ടേക്ക് കെയർ ഓഫ്. ഇപ്പം അവളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഐ ട്രൈ ടു എന്താ പറയുക, അവളെ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഐ ട്രൈ ടു. നമ്മൾ ഇപ്പം വീട്ടിൽ ആളെ വെക്കുന്നതാണെങ്കിലും നമ്മളെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും സോ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ബോത്ത് ദ വേ. ഇതിൽ എനിക്കൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ കൂടുതലും മനുഷ്യന്മാരുടെ റിലേഷൻഷിപ്പ്, അവരുടെ ഹ്യൂമൻസിൻ്റെ അങ്ങനത്തെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരാളാണ്. ഇവൻ ഹാരിസ് ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഹാരിസ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ആ ഗ്യാപ്പ് നിസ്വ
ഫിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ലേഡീസിൻ്റെ ഒരു കോമൺ പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എക്സാമ്പിൾ ഈ ട്രിപ്പ് ഹസ്ബൻഡ് ബിസിനസ്സിൻ്റെ തിരക്കാണ്, അവരങ്ങനെയുള്ള തിരക്കായതുകൊണ്ട് തന്നെ അവർ അത് നമുക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളത്. ഈവൻ എനിക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ട്രിപ്പ് പോകണമെന്ന് വൈബിക്കുന്ന ഒരാളല്ല, പക്ഷെ എനിക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനാണ് അതിൻ്റെ മുൻകൈ എടുത്തിട്ട് വാ നമുക്ക് പോവാലോ എന്ന് പറഞ്ഞിട്ട് ആ ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. അവിടെ അപ്പുറത്താളത് തരട്ടെ എന്ന് വെയിറ്റ് ചെയ്യുന്നതിന് പകരം അപ്പുറത്താളത് കുറേ തരുന്നുണ്ടാവും. അതായത് അവർ ഫിക്സ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, പക്ഷെ ഒരു മനുഷ്യന് 100% ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എവിടെയാണോ ലാക്ക് ചെയ്യുന്നത് അതിന് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളത് അതർ പാർട്ട്ണർ ചെയ്യുന്ന സമയത്ത് അതൊരു കംപ്ലീറ്റ് പാർട്ട്ണർഷിപ്പ് ആവും. അപ്പോൾ അതൊരു ഹാരിസ് ഡയറക്റ്റ് പറയാത്ത ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്. ഒരിക്കലും നമ്മൾ ഞാൻ കൺവിൻസ് അതായത് ദിസ് ഈസ് യുവർ ജോബ്, സോ യു ഡു ഇറ്റ് വിത്തൗട്ട് ഈവൻ തിങ്കിങ് ഷുഡ് ഐ ആസ്ക് ഹിം ത്രൈസ് 5 times. നമ്മൾ ഇന്ന് ഒരു 6 months വി നീഡ് ടു ഗോ സംവെയർ ആൻഡ് യു പ്ലാൻ ഫോർ ഇറ്റ്. എപ്പോൾ പോകണം, എങ്ങനെ പോകണം എന്നുള്ള ആ സമയത്ത് ഐ വിൽ ബി റെഡി. സോ ഐ വിൽ നോട്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ ക്ലാരിറ്റി എനിക്ക്, സോ ഞാനെപ്പോഴും റിലേഷൻഷിപ്പിലാവട്ടെ പാർട്ട്ണർഷിപ്പിലാവട്ടെ എവിടെയും it is important for us to understand our strength and weakness, right? Having clarity on what's your strength, having clarity and conversation on what's your weakness will help other people to contribute. നമ്മൾ അസ്യൂം ചെയ്യുന്നതിന് പകരം this is his weakness, so let me contribute this, let me handle this is his strength, let him do that എന്നുള്ള ക്ലാരിറ്റി ഒരുപാടുണ്ടാവും. സോ ഇതൊരു യൂണിവേഴ്സൽ സൊല്യൂഷനും കൂടിയാണ്. അപ്പം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഡിസ്കഷൻ അറൗണ്ട് what's my strength, right? What's my weakness? And weakness is not weakness. See, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. So you need to understand if the other person is bringing strength towards that weakness, അത് കോംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പം അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യുക, ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യുക. ഇറ്റ് വിൽ അതങ്ങനെ പോയിക്കോളും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പോൾ ഒരു കാര്യത്തിലും നമ്മളിങ്ങനെ എത്തോട്ടെ ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് യുവർ ജോബ്, ദിസ് ഇസ് മൈ ജോബ് എന്നുള്ള രീതിയിൽ. പിന്നെ അത് ആവശ്യം ഉണ്ടാകുമ്പോൾ അത് റിവേഴ്സും ആക്കണം, റൈറ്റ്? നോട്ട് എവറി ടൈം. സംടൈംസ് ഐ ഡു ഹെർ ജോബ്, ഷീ ഡസ് മൈ ജോബ്. അപ്പം ആ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ ഏൽക്കും, ചിലപ്പോൾ ഏൽക്കും, എല്ലാം വി ഹാവ് ടു ഡു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിൽ ഇപ്പം ഹാരിസ് ഒരു ഫാമിലി പേഴ്സൺ ആണ്, ഒരു ഓൺട്രപ്രണർ ആണെന്ന് പറയുമ്പോഴും നമുക്ക് ഒരുപാട് സെൽഫ് ഉണ്ടാവും. അതായത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ എനർജി, ഇപ്പം നമ്മൾ ഫൗണ്ടറായിട്ട് നിൽക്കുന്നത് പോലെ ആയിരിക്കുമല്ലോ നമ്മൾ വീട്ടിൽ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ വീട്ടിൽ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നിസ്വ ആസ് എ വൈഫ്, പാരൻസ്, നമുക്ക് കിട്ടുന്ന കുറേ എനർജി ഉണ്ട്. അത് ഇംബാലൻസ് ആവുന്ന സമയത്ത് ഈ ബിസിനസ്സിലേക്ക് അത് ഇൻഫ്ലുവൻസ് ആവുന്നുള്ളത് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണോ? ഞാൻ സ്റ്റാർട്ടിങ് മുതലേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പം എനിക്ക് ബിസിനസ്സാണ് ഏറ്റവും ഡോപ്പമിൻ റഷ് എന്ന്. അത് ഷീ നോസ് ബെസ്റ്റ്, റൈറ്റ്? അപ്പം എൻ്റെ 80-85 എനിക്ക് അതിൽ കിട്ടുന്ന ഡോപ്പമിൻ റഷ് വേറെ ഒന്നിലും കിട്ടൂല എന്നുള്ളത്. അപ്പോൾ ആ ക്ലാരിറ്റി ഓൾറെഡി ഉണ്ട്, റൈറ്റ്? സോ ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ബിഗ് ടൈം. പിന്നെ ഐ ട്രൈ ടു ചേഞ്ച്, നോട്ട് ദാറ്റ് ഈസ് റൈറ്റ്, ബിക്കോസ് ദാറ്റ് ഈസ് ഹൗ ഐ ആം, ബട്ട് I am not telling that is right way to do that. അതെ, അവരുടെ ഒരു ഇപ്പൊ നിസ്വ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഹാരിസിന് ആ ഫ്രീഡം കിട്ടുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് എങ്ങനെയായിരിക്കാം? അതാണ് കോൺവെർസേഷൻസ്. ദാറ്റ് ഈസ് ദി, ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ദി ഓൺലി വേ ടു സോൾവ് എനിത്തിങ് ഇൻ സ്കെയിൽ, റൈറ്റ്? ഫോർ സം ഡേയ്സ് യു ക്യാൻ ഹാവ് സം സിസ്റ്റംസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ സ്കെയിലിൽ ഇഫ് യു ഹാവ് എ സ്പേസ് where you can talk it out, you can have this is something which I think we need to change, this is something which I think is not right, and we can debate on it. So our space undengile any problem becomes a discussion. A discussion lode you bring a system, right? If it is repeatable, you bring a system. I don't know if I'm sounding too businessy in family matter, but you build a system. ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ലാസ്റ്റ് വീക്ക് തന്നെ നമ്മൾ ഈ ഫുഡ് എന്തുണ്ടാക്കുക എന്നുള്ളത് ഡെയിലി ഇപ്പം ഇത്ത വരുമ്പോഴേക്ക് ഇത്തനോട് പറയണം എന്ത് ഫുഡാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഡെയിലി നമ്മളിങ്ങനെ ചിന്തിക്കും ഇതെന്തുണ്ടാക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് നമുക്കൊരു സിസ്റ്റമായി നമ്മൾ ക്യാൻ വി ഹാവ് എ ടൈം ടേബിൾ സോ ദാറ്റ് ലെറ്റ്സ് നോട്ട് ഹാവ് ദിസ് ഡിസ്കഷൻ. എപ്പോഴെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് വേണ്ട സമയത്ത് മാത്രം ചെയ്താൽ മതി. സോ അവിടെ വി സേവ് എ ലോട്ട് ഓഫ് ടൈം. ആൻഡ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബീറ്റ് ഓർഗനൈസേഷൻ, ഫ്രണ്ട്സ്, എനിത്തിങ്, if you have space, no, that's all, because ellarum konduvarna avaredaya perspective or assumption ആണ്. Unless you think this is a perspective and this is happening from an assumption,
നിങ്ങൾ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ദിസ് ഇസ് രണ്ടായിരിക്കും. അപ്പം സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഞാൻ എൻ്റെ ടീമിലും ചെയ്യാറ്. I just want them to believe that they have a space whenever I am doing wrong, not that I always do right. I made a lot of mistakes in company, be it people related and things like that, but I am ready to correct it. I will not sit in a way that I am the founder of Harrison Co. What I am telling is right always. No, I am ready to correct it. If ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തത് റോങ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ I am ready to listen to it, I am ready to work on it, and I expect the same from you. Our space is always there. So whoever I want to work with closely, be it family, whoever it is, I try to create that space. അപ്പം that space is helping me in solving this in scale. So എപ്പോഴും you create a conversations build ചെയ്യാനുള്ള അത് ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്, റൈറ്റ്? സോ യു ഹാവ് ടു ഡിസ്കസ് വിത്ത് each other. See, whatever it is, we will not take it very personally, or we will talk it out, right? നമ്മൾ സംസാരിച്ചിട്ട് we'll see if it is right or wrong. And if you think what I have done is wrong, and if I think the same thing, I'm ready to correct, because we both have to work it out. It's not that I only work, right? അല്ലെങ്കിൽ നിസ്വ മാത്രം വർക്ക് ചെയ്യുക. It is both of our responsibility to make sure that this goes right. അപ്പോൾ അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും ഞാനും രണ്ടാൾ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് റൈറ്റായിട്ട് പോകാന്നുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് മാത്രം ചേട്ടാ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ എന്നുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എപ്പോഴും പറയും യു മാരി യുവർ ടീം, റൈറ്റ്? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജിൽ ഈ ക്വാളിറ്റീസ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലേ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ടീമിനെ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അവിടെ കോൺവെർസേഷൻസ് ഉണ്ടാവും, അല്ലേ? നമ്മൾ വൈകുന്നേരം ചിലപ്പോൾ പുറത്തു പോയിട്ടിരിക്കും, ട്രിപ്പ് ടീം ഫാമിലിയിലൊക്കെ ട്രിപ്പ് പോകുന്നതൊക്കെ ടീമിൻ്റെ കൂടെ ടീം ലഞ്ചിന് പോവും, അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോവും, പിന്നെ മാരേജിൽ ഉണ്ടാവുന്ന. അപ്പം ആ നമ്മളെ സ്കിൽസ് എന്താ സ്ട്രെങ്ത്ത് മനസ്സിലാക്കുക, അപ്പുറത്തുള്ള ആൾ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, നമ്മൾ ഗ്രോത്തിൽ അവരെയും ഗ്രോത്തിനെ കൊണ്ടുവരാം. അപ്പം ഈ മാരേജ് കൺസെപ്റ്റ് ഈസ് എ ലോട്ട് ഓഫ് റെസനേറ്റിംഗ് വിത്ത് ടീം ബിൽഡിംഗ്. സോ ഞാൻ എപ്പോഴും ടീമിനെ പറയും യു തിങ്ക് യു മാരി യുവർ ടീം, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഒരാൾ പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുക. പിന്നെ ഒരാളെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യട്ടെ, അവർ കറക്റ്റ് ചെയ്യട്ടെ, നമ്മൾ നിൽക്കില്ല. മാരേജിൽ അങ്ങനെ നിൽക്കില്ല. ഇറ്റ് ഈസ് മൈ ഫാമിലി ഓൾസോ, റൈറ്റ്? സോ ഐ ട്രൈ ടു കറക്റ്റ് ഇറ്റ്. സോ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഈസി, right? You don't have to have a lot of ego. You are the boss, the other person is not the boss. At the end of the day, everybody is working towards building something meaningful, and all of these things is small one. Appa when you compare it with immini velliyonna, this becomes small. So try to create that space, build conversation. That's the only solution in scale, and I do this in my organization a lot. ഇതിൽ another കിട്ടിയിട്ടുള്ളൊരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്, ചില ആൾക്കാർ ഭയങ്കര ഫ്ലോയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ ഭയങ്കര റിജിഡ് സ്ട്രക്ചറിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത് രണ്ട് ബാലൻസ്ഡ് ആയിട്ട്, ഒരു നദി ഒഴുകുന്നത് അങ്ങനെയല്ല. നദി ഒഴുകുന്നുണ്ട്, പക്ഷെ അതിനൊരു തീരമുണ്ട്. അപ്പം ഹാരിസിൻ്റെ ബിസിനസ്സിലായിക്കോട്ടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ ഇതുപോലെ തന്നെ അതായത് ഒഴുകാനുള്ള സ്പേസ് ഉണ്ട്, പക്ഷെ അത് ഒരു കറക്റ്റ് പാത്തിലൂടെ ആവണം എന്നുള്ളതിൻ്റെ ഒരു തീരം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഫൈനലി എനിക്കും എന്നെ കാണുന്നവർക്കും കൊടുക്കാനുള്ള എ മെസ്സേജ് എന്താ? പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് തന്നെ, ഹാവ് എ വെരി എന്താ പറയുക, ഒരു വെരി സ്ട്രോങ് വൈ ഉണ്ടാവുക. ബിക്കോസ് that solves a lot of problem, right? When your purpose is bigger, ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും when you compare it with the purpose, then it is something which you think let's figure it out എന്നുള്ള രീതിയിൽ. So very strong why ഉണ്ടാവുക, bigger goals ഉണ്ടാവുക, and try to എന്താ പറയുക. സോ എൻ്റെ ബുക്കിലൊക്കെ ഐ ടോക്ക് അബൌട്ട് ദിസ് എ ലോട്ട്, ഹ്യൂമൻ പ്രിനർ എന്നുള്ള രീതിയിൽ. അപ്പം എംപത്തറ്റിക്കലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ നോക്കാം. ഐ ഓൾസോ പ്രാക്ടീസ് ദിസ് എ ലോട്ട്, ആൻഡ് ട്രൈ ടു ബ്രിങ്, നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പകരം മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വെൻ യു ഹാവ് എ വെരി വൈ, നോ, ആ ഇൻറ്റൻഷന് നല്ല വൈ ഉണ്ടെങ്കിൽ നല്ല ഇൻറ്റൻഷൻ ഉണ്ടാവും, ആൻഡ് ദാറ്റ് ബ്രിങ്സ് എവറിത്തിങ് ടു ദ റൈറ്റ് മാനർ. സോ ദാറ്റ്സ് ദി ഓൺലി തിങ്. താങ്ക് യു. ഒരു വൈയിൽ നിന്ന് തുടങ്ങിയതാണ്, വൈയിലേക്ക് തന്നെ എൻഡായി. അത് തന്നെ ഇവിടെ എല്ലാവർക്കും ഒരു വലിയൊരു ഇൻസൈറ്റ് ആയിട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട് ഫോർ ഇൻവൈറ്റിംഗ്.